ആയിട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇന്ന് ആദ്യമേ ഒരു മുഖവരിയോട് കൂടിയിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. എയുടെ ഔദ്യോഗികമായിട്ടുള്ള വക്താവല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ അവിടെ തന്നെ വിടണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ഒരു പ്രോഗ്രാം എന്നെ എങ്ങനെ മാറ്റി എന്നുള്ളതാണ്. നാസ്തികനായ ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നതിന് മുന്നേ തന്നെ ദൈവവിശ്വാസമില്ലാത്ത ഞാൻ ഈ 12 പടികളിലൂടെ എങ്ങനെയാണ് ഇന്ന് കടന്നു പോകുന്നത് എന്നുള്ള വിഷയമാണ്. പലപ്പോഴും അത് ഉൾക്കൊള്ളാനായിക്കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ധാരണകളെയൊക്കെ എതിരെയുള്ള രീതിയിലായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ അനുഭവവേദ്യമായ ഞാൻ ഈ പ്രോഗ്രാമിനെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുള്ള എയുടെ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായ വ്യാഖ്യാനമായിട്ട് ആരും അതിനെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ആരംഭിക്കുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ എത്തിപ്പെടുമ്പോൾ തീർച്ചയായിട്ടും പല രീതിയിൽ മദ്യത്താൽ വല്ലാതെ ഇനിയൊരു അടി തട്ടാനില്ല എന്ന രീതിയിൽ തന്നെയാണ് കൂട്ടായ്മയിലേക്ക് ഞാൻ എത്തുന്നത്. അന്ന് ഫോണിലൂടെയുള്ള മീറ്റിങ്ങൊക്കെ നടക്കുന്നുണ്ട്. സന്ദേശം കിട്ടിയിട്ട് അനിയന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ എനിക്ക് എയുടെ ഷെയറിങ്ങുകളൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. എൻ്റെ അനുഭവങ്ങൾ മറ്റുള്ള ആളുകളൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം ആ മീറ്റിങ്ങിൽ ആളുകൾ മുഴുവൻ തന്നെ സംസാരിക്കുന്നത് ദൈവത്തെക്കുറിച്ച്. ദൈവമുണ്ടായിരുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം. എനിക്കാണെങ്കിൽ ദൈവത്തെക്കുറിച്ച് മതിപ്പില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ദൈവവിശ്വാസമുണ്ടായിരുന്ന രീതിയിൽ നിന്നൊക്കെ മാറി ആവേശപൂർവ്വമുള്ള നിരീശ്വരവാദിയായിരുന്ന കാലഘട്ടവും കടന്നു വന്ന് ഒരു സ്വതന്ത്ര ചിന്തയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മദ്യത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഇത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ അടിതട്ടി പൂർണ്ണമായി തകർച്ചയുടെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ്. അതുകൊണ്ടന്ന് മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ പുച്ഛത്തോടു കൂടിയാണ് ദൈവത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരെയൊക്കെ ഞാൻ തുടക്കത്തിൽ കാണുന്നത്. എന്നോടൊരു പ്രാർത്ഥന ചെല്ലാനൊരു പഴമക്കാരൻ പറഞ്ഞപ്പോൾ, ഫോണിലൂടെയാണ് മീറ്റിംഗ് അന്ന് ഓപ്പണായിട്ട് അദ്ദേഹത്തോട് ഞാനൊരു കുറച്ച് കഴിഞ്ഞാൽ ഈ മദ്യം നിർത്തി റീഹാബിൽ 6 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്നപ്പോൾ, തീരെ ബോധമില്ലാതെ നടക്കാൻ പറ്റാതെ മറ്റുള്ളവർ കുളിപ്പിച്ച് നടന്നിരുന്ന ഒരാളാണ്. എൻ്റെ അഹങ്കാരം വളരെ പെട്ടെന്ന് പുറത്തേക്ക് വരികയും മറ്റുള്ളവർ അംഗീകരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ സ്വഭാവത്തിലില്ല. എല്ലാം എനിക്കറിയാം എന്ന ഭാവം തന്നെയാണ്. അപ്പോൾ പ്രാർത്ഥന എല്ലാം പറഞ്ഞപ്പോൾ എൻ്റെ പട്ടി ചെല്ലും എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹം എന്നോട് പിന്നീട് വിളിച്ച് ചോദിക്കുകയും എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറയും. അന്ന് സ്ഥിരം ഹോബി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് ഇങ്ങനെ അവരുടെ ദൈവവിശ്വാസത്തെ കളിയാക്കുക, അല്ലെങ്കിൽ ആ ഒരു ബേസിക് ക്യാരക്ടറിൽ തന്നെയാണ് പോകുന്നത്. അവിടെ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് എൻ്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ വന്നതെന്നുള്ളതാണ്. അപ്പം അതിനു മുന്നേ ഈ വിശ്വാസം അല്ലെങ്കിൽ അന്ധവിശ്വാസം എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം അന്നുണ്ടായിരുന്ന കാഴ്ചപ്പാട് അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസം അല്ലെങ്കിൽ വിശ്വാസം ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്കുണ്ടായിരുന്നില്ല. വിശ്വാസങ്ങളെല്ലാം തന്നെ അന്ധമാണ് എന്ന കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ തെളിവുള്ള സംഗതി അത് വിശ്വാസമല്ല, അത് വസ്തുതയാണ്. ഇതാണ് എൻ്റെ നിലപാട്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതിക്ക് ചീത്തപ്പേരുണ്ട്. പക്ഷേ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ ഞാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് എത്തിയ ആളുകളുടെയൊക്കെ മനോഗതിയിലെ മാറ്റങ്ങൾ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ തുടക്കത്തിൽ ഈ 12 പടികളെ എങ്ങനെ പരിശീലിക്കണം, ഒരു സ്പോൺസറുടെ അടുത്ത് ഞാൻ എത്തിപ്പെടുന്നു. അവിടെ ഒരു കീഴ്പ്പെടാനൊക്കെ ഉള്ള തയ്യാറെടുപ്പുണ്ടാകും. അവിടെ പ്രോഗ്രാം എങ്ങനെയാണ് കടന്നു വരുന്നതെന്നാണ്. അപ്പോൾ എയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസമുണ്ടാകണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. വിശ്വാസമുണ്ടായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത. അവിടെ ജൈവശാസ്ത്രപരമായിട്ട് ഈ വിശ്വാസം എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ഒരു സബ് പ്രോഗ്രാം എന്നാണ് സയൻസ് പറയുന്നത്. ജൈവശാസ്ത്രം ആ രീതിയിൽ നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും മൂക്കുകൊണ്ടും നാക്കുകൊണ്ടും ത്വക്കുകൊണ്ടും ഇതുകൊണ്ടാണ് ഒരു മനുഷ്യൻ മറ്റ് കാര്യങ്ങളെ തിരിച്ചറിയുന്നത്. അപ്പോൾ അതിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള പ്രോഗ്രാമായിട്ടാണ് ജൈവശാസ്ത്രം ഈ ഒരു സംഗതി വിശ്വാസം എന്ന് പറയുന്ന ബിലീവ് എന്ന് പറയുന്ന വാക്കിനെ നിർവചിച്ചിട്ടുള്ളത്. കാരണം നമ്മുടെ ബ്രെയിൻ യഥാർത്ഥത്തിൽ ഈ കണ്ണും കാതും മൂക്കും നാക്കും ത്വക്കും അടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട്
നമ്മൾ അനുഭവിക്കുന്ന കാര്യം ഇത് തലച്ചോറിലാണ്. നമ്മളോട് പലപ്പോഴും ഒരു ചോദ്യം നമ്മൾ കേട്ടിട്ടുണ്ട്, ഏറ്റവും പ്രധാനമായ മനുഷ്യൻ്റെ ലൈംഗിക അവയവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലച്ചോറാണെന്ന് പറയാറുണ്ട്. അതേപോലെ തലച്ചോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച ആ രീതിയിൽ ബ്രെയിനിൽ മാപ്പ് ചെയ്യപ്പെടുകയാണ്. കാതിൽ കേൾക്കുന്ന ശബ്ദമാണെങ്കിലും അത് പിന്നീട് ഇന്ന ആളുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയുന്നത് ഇത്തരത്തിലാണ്. അപ്പം തലച്ചോറിൻ്റെ പണി എന്ന് പറയുന്നത് അതിജീവനത്തെ സഹായിക്കുകയാണ്. മനുഷ്യൻ്റെ അതിജീവനം ഏകകോശ ജീവിയായ അമീബയിൽ നിന്ന് ആരംഭിച്ച് ബഹുകോശ ജീവിയിലേക്ക് എത്തി 3 ലക്ഷം വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിലുണ്ടായ മനുഷ്യ ജീവൻ്റെ അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസിൻ്റെ ഉത്ഭവം അവിടെ നിന്ന് തുടങ്ങി മനുഷ്യൻ അതിജീവനത്തിലാണെന്ന് ഇന്ന് ഏറ്റവും പുറത്തിറങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ സയൻസ് പറയുന്നുണ്ട്. അപ്പോൾ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ അതിജീവനത്തെ സഹായിക്കുക എന്ന പ്രക്രിയയാണ് തലച്ചോറ് എടുക്കുന്നത്. അത് തലച്ചോറ് ഈ ഒരു പ്രക്രിയ നടത്തുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ വിശകലനം ചെയ്തിട്ടാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളായ നേരത്തെ പറഞ്ഞ കണ്ണിലൂടെ കാണുമ്പോൾ അത് മാപ്പ് ചെയ്യപ്പെടുകയാണ്. കാതിലൂടെ കേൾക്കുന്ന സൗണ്ട്, മൂക്കിലൂടെയുള്ള നമ്മൾ കിട്ടുന്ന മണം, നമുക്കറിയാം ജലദോഷം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോവിഡ് വന്ന സമയത്തൊക്കെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളെ തലച്ചോറ് മാപ്പ് ചെയ്യപ്പെട്ടിട്ടാണ് അതിജീവനത്തിനായിട്ട് സഹായിക്കുന്നത് എന്ന് ജീവശാസ്ത്രം പറയുമ്പോൾ, ഇവിടെ ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട് എന്ന് സയൻസ് പറയാറുണ്ട്. മനുഷ്യൻ്റെ ഈ ഒരു മേഖലയുമായി പരിശോധിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഇന്ദ്രിയങ്ങൾക്ക് പരിമിതിയുണ്ട്. അതെന്താണ് പരിമിതി? പുറത്തു നിന്നുള്ള വളരെ കുറച്ച് സൂചനകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി നമുക്ക് ലഭിക്കുള്ളൂ. ഒരിക്കലും പൂർണ്ണമല്ലാത്തതും പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ സൂചനകൾ, ഒരിക്കലും അത് പൂർണ്ണമായിട്ടുള്ള സൂചനയായിരിക്കില്ല. നമ്മൾ ഒരു തവണ കണ്ട കാഴ്ച പലപ്പോഴും നമുക്ക് വളരെ ദൂരത്തുനിന്ന് ഇന്ന ആളാണ് വരുന്നത് എന്ന് വിചാരിച്ചു എന്ന് പറയാറുണ്ട്. കാരണം നമ്മളെ കബളിപ്പിക്കാറുണ്ട്. മാജിക് ചെയ്യുമ്പോഴും നടക്കുന്നത് എന്താ? കൺകെട്ട് വിദ്യയാണ്. അവിടെ അത്ഭുതങ്ങളൊന്നുമല്ല. പണ്ട് കാലത്ത് ആ മാജിക്കുകളുടെ അത്ഭുതങ്ങളോടെ അല്ലെങ്കിൽ ഈ ദിവ്യാത്ഭുത അനാവരണം എന്ന് പറഞ്ഞ പരിപാടി നടത്താറുണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ വായുവിൽ നിന്ന് ഭസ്മം എടുക്കുന്നത്? ആളുകളുടെ കണ്ണ് കെട്ടിയിട്ടാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നത്. അല്ലെങ്കിൽ പ്രേതമുള്ള വീടുകൾ, അവിടെയൊക്കെ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇത് മനുഷ്യനെ പലപ്പോഴും ഇതിനൊരു പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ മസ്തിഷ്കത്തിന് അത് പലപ്പോഴും നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാറുണ്ട്. പലപ്പോഴും ഒരിക്കലും പൂർണ്ണമല്ലാത്തതും അതേപോലെ തെറ്റിദ്ധരിപ്പിക്കുന്നതുമായ സൂചനകൾ ഇന്ദ്രിയങ്ങൾക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന നമ്മളുടെ ഈ സ്പർശനത്തിലൂടെയും കാഴ്ചയിലൂടെയൊക്കെ ലഭിക്കുന്നതിനെ പ്രോസസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ലോകം എന്താണ്, നമുക്ക് എങ്ങനെയാണ് ഈ ലോകത്തിൽ നമ്മൾ പെരുമാറേണ്ടത് എന്ന് മനുഷ്യനെ ആ ഒരു മനോചിത്രം മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങൾ തരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത് കിട്ടുന്ന വിവരങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ സ്വതന്ത്രമായി നിഗമനത്തിലെത്താനുള്ള പ്രോഗ്രാമാണെന്ന് പറയാറുണ്ട്. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ തരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇപ്പം കിട്ടുന്നൊരു വിവരം അതിനെ അവഗണിക്കും. നമ്മുടെ ബ്രെയിനിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഉണ്ടാവുന്ന ഒരു വസ്തുത അതല്ല നമ്മുടെ ബ്രെയിനിൽ മാപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. കാരണം കാലങ്ങളായിട്ട് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന അനുഭവങ്ങളാണ്. ഇപ്പം ഉണ്ടാവുന്ന ഒരു അനുഭവത്തിന് വലിയ പ്രാധാന്യം കിട്ടില്ല. അതുകൊണ്ട് സ്വതന്ത്രമായ നിഗമനത്തിലെത്താനായിട്ട് നമ്മുടെ മസ്തിഷ്കത്തിന് പറ്റാറില്ല. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചു കൊണ്ടല്ല ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ കാര്യം കിട്ടുമ്പോൾ മസ്തിഷ്കം അത് ഉൾക്കൊള്ളാനുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവില്ല. ഇതാണ് ജീവശാസ്ത്രം പറയുന്ന കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ധാരണയിലാണ് ഞാനുള്ളത്. ഒരിക്കലൊരു വിശ്വാസം രൂപപ്പെട്ടു കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ പ്രയാസമാണ്. ഇവിടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ ദൈവവിശ്വാസത്തെ ഏതെങ്കിലും സംഭവങ്ങളെ കൊണ്ട്, ഭൗതികമായ പുരോഗതി ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങളെ കൊണ്ട് പോയൊരു വിശ്വാസമായിരുന്നില്ല. നിരന്തരമായ വായനയിലൂടെയും മറ്റാളുകളുമായിട്ട് ഇടപെട്ടിട്ടും കാര്യങ്ങളെ വേർതിരിച്ചറിയാൻ, അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ മനോവൃത്തി വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഇങ്ങനെയാണ് എൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുള്ളത്. പൂർണ്ണമായിട്ട് ഒരു വിശ്വാസം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് മാറ്റാൻ വളരെ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതിന് കാരണം എൻ്റെ വിശ്വാസം പോയ സമയത്തും ഞാനൊരു സ്വതന്ത്ര ചിന്തകനാണ് എന്ന് അറിയപ്പെടുന്ന സമയത്തും എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ബോധം,
നേരത്തെ സൂചിപ്പിച്ച ആ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഞാൻ അറിഞ്ഞ ആ മതത്തിൻ്റെ ചിന്തകൾ തന്നെയായിരുന്നു എന്നെ നയിച്ചിരുന്നത്. അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റുന്ന, ഒരിക്കൽ രൂപപ്പെട്ട വിശ്വാസം മാറ്റരുത് എന്ന അർത്ഥത്തിലായിരുന്നില്ല. വിശ്വാസം മാറ്റാതിരുന്നാലാണ് അത് പ്രയോജനമുള്ളൂ. കൂടെ കൂടെ അഭിപ്രായം മാറ്റുന്ന ഒരു തലച്ചോറ് കൊണ്ട് മനുഷ്യന് പ്രയോജനമില്ല. വിശ്വാസം എന്ന് പറയുന്നത് അതിജീവനത്തിന് മനുഷ്യനെ സഹായിക്കുന്ന എന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ജൈവശാസ്ത്രപരമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് എന്നെ സഹായിച്ചത് മനുഷ്യരും മറ്റു മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യസ്തത. ഒരു മൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങൾ അവർക്ക് സ്വന്തം ഇന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളുടെ ബലത്തിൽ മാത്രം മൃഗത്തിന് പ്രവർത്തിക്കാൻ പറ്റും. മനുഷ്യരെക്കാൾ കുറേ കഴിവുള്ളവരാണ് മൃഗങ്ങൾ. പക്ഷെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെയും മൃഗങ്ങളെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്നത് സ്വന്തം ഇന്ദ്രിയ അനുഭവങ്ങൾ, ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങളെ ആസ്പദമാക്കിയിട്ടല്ല, നേരെ മറിച്ച് മറ്റു മനുഷ്യരുടെ ഇന്ദ്രിയങ്ങളെയും അതിലെ ഡാറ്റയെയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്ന ഈ ലോകത്തെക്കുറിച്ച് എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു മെൻ്റൽ മാപ്പ് നിർമ്മിക്കാൻ പറ്റും എന്ന് ജൈവശാസ്ത്രം എന്നോട് പറയുന്നുണ്ട്. മറ്റു മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരുടെ ഡാറ്റകൾ ഉപയോഗിച്ചുകൊണ്ട്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഷോക്ക് അടിക്കും എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു കമ്പി പ്ലഗിൽ കുത്തിയിട്ട് അതിൽ പിടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അനുഭവങ്ങൾ അറിയാം. അതേപോലെ ഒരു ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ മരണപ്പെടുമെന്ന് ബോധ്യം ആത്മഹത്യ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അത്തരം രീതിയിലാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിക്കുക, ഇതിനു മുന്നേ കയറിയ ആളുകൾ അതിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ ഈ ഒരു മറ്റു മനുഷ്യന്മാരുടെ അവരുടെ മനോമുഖരത്തിൽ നടക്കുന്ന ഇന്ദ്രിയ അനുഭവങ്ങളിലൂടെയാണ് ഇതെനിക്ക് വെളിവായിട്ടുള്ളത്, പുസ്തകങ്ങളിലൂടെയും മറ്ററിവുകളിലൂടെയൊക്കെ. അവിടെ എല്ലാം സ്വയം അനുഭവിച്ചുകൊണ്ട് പഠിക്കാനായിരുന്നെങ്കിൽ ഇന്നും മനുഷ്യവർഗം മരഞ്ചാടി കുരങ്ങുകളുടെ അവസ്ഥയിലായിരുന്നു എന്ന് പറയുന്നുണ്ട് ജൈവശാസ്ത്രം. സാപ്പിയൻസ് എന്ന് പറയുന്ന ആ പുസ്തകങ്ങളിലൊക്കെ നിരന്തരമായിട്ട് ഇന്നും സയൻസിൻ്റെ പഠനങ്ങൾ ആ രീതിയിലാണ്. ഇന്ന് നമുക്കുള്ള ഈ ഒരു 22 അവസാനിക്കാൻ പോവുകയാണ്. ഇന്നും നമ്മൾ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ബ്ലൂ ജീൻസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലെത്തുന്നത്, ഇത്തരം ബോധ്യങ്ങളൊക്കെ എനിക്കുണ്ട്. എനിക്ക് മറ്റുള്ള ആളുകളുടെ അനുഭവം, അവരുടെ കാര്യങ്ങളിലൂടെ കാര്യം മനസ്സിലാക്കാം. അപ്പോൾ എയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്നത് ഈ പറയുന്ന ആളുകൾ, എയിലെ പഴമക്കാരായ ആളുകളുടെ ആ ഒരു മനോനില അത് വല്ലാത്ത രീതിയിൽ പുരോഗമിച്ചിട്ടുള്ളതാണ്. ഞാനൊരു വിശ്വാസിയാവാനുള്ള ശ്രമമൊക്കെ നടത്തി. ആ പരമ്പരാഗതമായ വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകാൻ എൻ്റെ സ്പോൺസർ തന്ന 12 പ്രാർത്ഥനകളുണ്ട്. ഈ 12 പ്രാർത്ഥനകളൊക്കെ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ആ പ്രാർത്ഥനകൾ ചെല്ലാനായിട്ട് ശ്രമിച്ചു. അത് ഈ 83 നമ്മുടെ സെറനിറ്റി പ്രയർ തൊട്ട് 3-ാം പടി പ്രാർത്ഥന തൊട്ട് പിന്നീട് 83, 84, 85 അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളെ കോഴിക്കോടുള്ള ഒരു പഴമക്കാരൻ്റെ പേരൊക്കെ ഉണ്ടായില്ല, അദ്ദേഹം ക്രോഡീകരിച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണെന്ന്. കാരണം അതൊക്കെ എനിക്ക് വലിയ രീതിയിൽ ഉപകാരപ്പെട്ടു. കാരണം ആ സമയത്ത് ഞാൻ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് മാനസികമായിട്ട് വലിയ പ്രയാസത്തിലാണ്. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ സഞ്ചരിക്കുന്നുണ്ട്, മദ്യപിക്കുന്നില്ല, എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോകണം. അപ്പോൾ ആൾക്കാരോടൊന്നും അന്ന് വലിയ രീതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും തുറന്നു പറയാനുള്ള ധൈര്യമില്ല. കാരണം എല്ലാം കൊണ്ടും അടി തട്ടിയതുകൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ എല്ലാവരും അംഗീകരിച്ചിട്ട് ഈ പറയുന്ന ആൾക്കാരൊക്കെ മൈക്ക് മ്യൂട്ട് ചെയ്തിട്ട് എന്ത് തേങ്ങ ചങ്ങാതി എന്ന് പറയുന്ന അതേ മനോഭാവമാണ്. എല്ലാവരോടും പുച്ഛം, ഒരാളെ അംഗീകരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ എനിക്ക് സമാനമായ ചിന്താഗതി തോന്നിയ ആളോട് പറയുക, എന്താ ഇപ്പോൾ ദൈവത്തിൻ്റെ കാര്യമൊക്കെ പറയാം, ദൈവം മഴ പെയ്തില്ല, എന്താ പവനൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ വരിയൊക്കെ എനിക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാനിങ്ങനെ എന്താ പറയുക, വല്ലാത്തൊരു മാനസികാവസ്ഥയൊക്കെ എനിക്ക് ആളുകളെ അംഗീകരിക്കാനായിട്ട് തീരെ പറ്റുന്നില്ല. ഞാൻ അസ്വസ്ഥനാണ്. ഇതിൻ്റെ ഫലം എന്താ ഉണ്ടായത്? ഞാൻ മീറ്റിങ്ങിൽ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ മകളുണ്ട്, അമ്മയുണ്ട്. എൻ്റെ മകൾക്ക് ഞാൻ ആ മീറ്റിങ്ങിലിരുന്ന് ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള ആ മരക്കോണി ഇറങ്ങിക്കഴിഞ്ഞാൽ അന്ന് അവിടെ ഒരു മരത്തിൻ്റെ സോഫ ഉണ്ട്. അപ്പോൾ ഇത് മോള് വഴുക്കി, അല്ല വെള്ളം വീണിട്ടുണ്ടാവും, മോള് വഴുക്കി വീണ് ഇതിലേക്ക് തലടിക്കും.
അല്ലെങ്കിൽ ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴും. ഈ 99.9% സംഭവിക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങളെ സങ്കല്പിക്കുകയാണ്. പിന്നെയുള്ള പരിപാടി എന്താ? അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റും, പല പല കാര്യങ്ങൾ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെ സങ്കല്പിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മീറ്റിങ്ങിൽ ഇടയ്ക്ക് ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങളെ വിലയിരുത്തിയിട്ട് അതൊന്നും എനിക്ക് ആരെങ്കിലുമൊക്കെ വിളിച്ച് രാത്രിയായ പിന്നെ പരദൂഷണമാണ്. ഈ പറഞ്ഞ ഓരോ ഓൺലൈൻ മീറ്റിങ്ങിലെ ആൾക്കാരാണെങ്കിലും മറ്റുള്ളവരുടെ കുറ്റം കുറവ്, അടിസ്ഥാനപരമായിട്ട് ഇത് എനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കി. അവിടെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലാണ് മദ്യത്തിൻ്റെ മുന്നിൽ ശക്തിഹീനനാണെന്ന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയിട്ടുണ്ട്. എനിക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ അധ്യായത്തിൽ ഒരു പരിഹാര മാർഗത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് അമിതമായ അഭിമാനബോധം സന്തുലിതമാക്കണം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിക്കത് പറ്റിയിട്ടില്ല. ഇതൊക്കെ എനിക്കറിയാം, കാര്യങ്ങളെക്കുറിച്ചൊക്കെ നന്നായിട്ടറിയാം. നിരവധി പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. ബ്രെയിനിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്, മതം അല്ലെങ്കിൽ മറ്റു പോലെ തന്നെ ലഹരികൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഗണ്ടികൾ എഴുതാം, ആൾക്കാരോട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, എപ്പോഴും അസ്വസ്ഥനാണ് ഞാൻ. ഒന്നിലും ഒരു സംതൃപ്തിയില്ലായ്മ. സെറനിറ്റി പ്രയറൊക്കെ അന്ന് ഉപകാരപ്പെടുന്ന പറഞ്ഞാൽ വണ്ടിയായിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ എതിരെ വരുന്ന വണ്ടിക്കാരോട് ഭയങ്കര ദേഷ്യമാണ്. പലപ്പോഴും അവർ തെറ്റ് ചെയ്തു, അവനെന്തിനാ ബൈക്ക് ചവിട്ടിയെ, അവരുമായിട്ട് ഞാൻ നിരന്തരമായ സംഘർഷത്തിലേർപ്പെടും. മറ്റുള്ള ആൾക്കാരെ തെറി വിളിക്കുക, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിസ്സാരമായ തെറ്റുകൾ അതൊക്കെ ചെയ്യുമ്പോൾ വല്ലാതെ ഞാൻ വറീഡാവും. അവിടെ ഞാനൊരു പഴമക്കാരൻ പറഞ്ഞ രീതിയിൽ ഈ സെറനിറ്റി പ്രയർ അവിടെ എൻ്റെ മാറ്റുവാൻ പറ്റാത്ത, അതെനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത്. അപ്പോഴും ഞാൻ ദൈവത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റുവാൻ പറ്റാത്തവ ഇന്നും സെറനിറ്റി പ്രയറൊക്കെ എനിക്ക് വല്ലാത്ത രീതിയിൽ ഉപയോഗപ്പെടാറുണ്ട്. ചില സാഹചര്യങ്ങളെ, ചില ആളുകളെ ഉൾക്കൊള്ളാൻ പറ്റാതെ ആകുമ്പോൾ, അവരുടെ ഭാഗത്തു നിന്നുള്ള മോശം പ്രവൃത്തികൾ ഉണ്ടാകുമ്പോൾ, ഞാനിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ 2 ദിവസം മുന്നേ പോലെ എൻ്റെ നാട്ടിലെത്തി. അവിടെയുള്ള പഴയകാല ഒരു സുഹൃത്ത്, അദ്ദേഹം മദ്യപിച്ചിട്ടുണ്ട്. എന്നോട് അദ്ദേഹം മദ്യപിച്ചുകൊണ്ട് എൻ്റെ കുടികളെക്കുറിച്ച് പറയുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ മകളുടെ അല്ലെങ്കിൽ എൻ്റെ വിവാഹ ജീവിതം ഡൈവേഴ്സ് ആയതിൻ്റെ കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ എനിക്കിങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അദ്ദേഹം ഒരു മദ്യപാനിയാണെന്ന ഏല തത്വങ്ങളൊന്നും എൻ്റെ ഉള്ളിൽ വരുന്നില്ല. അവിടെ സെറനിറ്റി പ്രയർ ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറിയാതെ ഒരു മനോനില എനിക്ക് രൂപപ്പെടുന്നുണ്ടായിരുന്നു. അത് തുടക്കത്തിലുണ്ട്. ഇവിടെ AA പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ് എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമിൽ എനിക്ക് പ്രവർത്തിക്കാൻ പറ്റുക എന്നുള്ളത്. അതിനുള്ള ഉത്തരം ബിഗ് ബുക്കിൽ തന്നെ എനിക്ക് കൃത്യമായിട്ട് കിട്ടുകയാണ്. കാരണം ആ 2ാമത്തെ പടിയുടെ ഭാഗമായിക്കൊണ്ട് അഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ആജ്ഞേയവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല, ദൈവം ഉണ്ടായിരിക്കാം, അത് ഞങ്ങളുടെ വിഷയമല്ല, ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് കുഴപ്പമില്ല എന്ന ആളുകളെക്കുറിച്ചാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഈ ബിഗ് ബുക്ക് എഴുതുന്ന കാലഘട്ടം 1939 19ാം നൂറ്റാണ്ടിൻ്റെ അമേരിക്കയിലുണ്ടായിരുന്ന 2 വിഭാഗങ്ങളായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ചിന്താഗതി വളരെ പ്രാബല്യത്തിലുണ്ടായിരുന്ന സമയമാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്ന കാളിയോ, അദ്ദേഹമാണ് നമ്മുടെ AA പ്രോഗ്രാമിനെയൊക്കെ വല്ലാതെ സ്വാധീനിച്ച ആ വിഭാഗത്തിൽപ്പെട്ടവരെ മതപരമായ ആത്മീയതയുടെ ബലത്തിലാണ് പ്രവർത്തിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡ് ദൈവവിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ്. AAയിലുണ്ടായിരുന്ന അന്നത്തെ ഹാങ്ക് പി ആണെങ്കിലും ക്ലാരൻസ് എസ് ആണെങ്കിലും അന്നത്തെ പഴമക്കാരൊക്കെ ഈ എത്തിസ്റ്റും അതോടൊപ്പം തന്നെ ആഗ്നോസ്റ്റിക്കും ആയിട്ടുള്ള ആളുകളാണ് ഇത് എഴുതുന്നത്. അല്ലെങ്കിൽ അവരുടെയും കൂടി അനുഭവങ്ങൾ പേർത്താൻ 100 പേരുടെ അനുഭവങ്ങളാണ്, സാക്ഷ്യങ്ങളാണ് ബിഗ് ബുക്കിൽ. ഇവിടെ എങ്ങനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ലിറ്ററേച്ചർ എന്നിൽ പ്രവർത്തിച്ചതെന്നുള്ളതാണ്. വെറുതെ 5 തവണ ബിഗ് ബുക്ക് വായിച്ചു എന്നും മീറ്റിങ്ങിൽ ഇത്തരം കോട്ടുകളൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോഴും ഇതൊന്നും ജീവിതത്തിലുണ്ടായിരുന്നില്ല. ജീവിതത്തിൽ ഒരു സന്തോഷമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. മീറ്റിങ്ങിൽ മറ്റുള്ള ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ മറ്റുള്ളവരെ ഉൾക്കൊള്ളാതിരിക്കുകയും അവരുടെ കുറ്റം പറയുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ കുഴപ്പത്തിലാവുന്നത് ഞാനാണ്, മറ്റുള്ളവരല്ല. പക്ഷേ ലിറ്ററേച്ചറിനെ പഠിക്കാൻ ഒരു സ്പോൺസറുടെ ഇരുന്ന് വായിക്കാൻ തയ്യാറാകുമ്പോൾ അവിടെ മാറ്റങ്ങൾ അറിയാണ്ട് വരുന്നുണ്ട്. ആ മാറ്റം എന്ന് പറഞ്ഞാൽ എന്നെ ആ സദാചാര നിഷ്ഠകളോ ഉത്കൃഷ്ട ജീവിത തത്വശാസ്ത്രമോ മദ്യാസക്തിയെ മറികടക്കുന്നതിന് മതിയാകുമായിരുന്നെങ്കിൽ പലരും എത്രയോ നേരത്തെ രോഗയുക്തമായിനെ എന്നുള്ള ഒരു വഴിയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം മദ്യാസക്തി രോഗമാണ് എന്ന് 3 വർഷം മുന്നേ എനിക്കറിയാം.
ഒരു ചികിത്സാലയത്തു നിന്ന്. ഞാനൊരു സെമിനാർ നടത്തിയിട്ടുണ്ട്, ദുബായിൽ പോയിട്ടൊരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. അവിടെ ഈ ചികിത്സാലയത്തിൻ്റെ ചികിത്സകൻ്റെ പേരിലുള്ള സിനിമ പ്രദർശനം നടത്തിയിട്ടുണ്ട്. മദ്യാസക്തി എന്ന രോഗം ഏത് രീതിയിലാണെന്ന പ്രഭാഷണം നടത്താൻ എന്നെക്കൊണ്ട് സാധിക്കും. മദ്യം മസ്തിഷ്കത്തെയും മറ്റവയവങ്ങളെയും സയൻസിൻ്റെ വഴിയിലൂടെ എവിടൊക്കെയാണ് മദ്യാസക്തി ബാധിക്കുന്നത് എന്ന് എഴുതാനും എന്നെക്കൊണ്ട് പറ്റും. പക്ഷേ എനിക്കത് കഴിഞ്ഞിട്ടില്ല. ഈ പറയുന്ന അറിവുകൾ 1.5 ലക്ഷം രൂപയുടെ പുസ്തകം ഞാൻ അവിടെ കൊടുത്തു. വലിയ വലിയ ബിടായികളും പൊങ്ങച്ചവും പറയുന്ന എനിക്ക് എൻ്റെ അറിവുകളൊക്കെ അവിടെ നിഷ്പ്രഭമായിട്ടുണ്ട് എന്ന് കാണുകയാണ്. ഇത്തരം അറിവൊക്കെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു കുടിയനായിട്ട് റോഡിൽ വീണ് കിടക്കാൻ ആഗ്രഹിച്ച ആളല്ല. ജനങ്ങൾ 16 വർഷം ദുബായിൽ ജീവിച്ചപ്പോൾ ഒരു ബിഞ്ച് തിങ്കറായിരുന്ന ഞാൻ മദ്യാസക്തി എന്ന് പറയുന്ന രോഗം വളർന്നുകൊണ്ടിരിക്കുന്ന രോഗമാണ് എന്ന് പറഞ്ഞ എൻ്റെ അറിവുകളൊക്കെ തന്നെ നിഷ്പ്രഭമായിക്കൊണ്ട് ഞാൻ തെരുവിലെത്തിപ്പെട്ടു. ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാതെ. എൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യാസക്തൻ്റെ ഏറ്റവും വീട് എങ്ങനെയാണ് ഉദാഹരണം. സ്ഥാനം തെറ്റിക്കിടക്കുന്ന സാധനങ്ങൾ, വൃത്തിയില്ലാത്ത അന്തരീക്ഷം. കാരണം ആർക്ക് വേണ്ടിയിട്ട് അതൊക്കെ വൃത്തിയാക്കി വെക്കുന്നത്? ആ രീതിയിലൊരു കുഞ്ഞാണെങ്കിൽ ഒന്നും അറിയാത്തൊരു കുഞ്ഞുണ്ട്. അപ്പം ഒരു ചിന്തയില്ലായിരുന്നു. ഇത്തരം അറിവ് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ മോളെയായിരുന്നു. ഈ രീതിയിലായി പോകണം. അടുത്ത വീട്ടുകാർ പോലും എന്തെങ്കിലും പറ്റിയാൽ തിരിഞ്ഞു നോക്കില്ല, പേടിയാണ്. വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയേണ്ടി വരും. അവരുടെ മാനസികാവസ്ഥയൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ ഇന്ന് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള മറ്റുള്ളവരുടെ അത് അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടണ്ട. അത് സ്വാർത്ഥത മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ. അതേപോലെ ഇന്നും കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അംഗം വരുമ്പോൾ അവനെക്കുറിച്ച് ഞാൻ പറയുന്ന അഭിപ്രായം ഇതിലപ്പുറമായിരിക്കും എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്നൊക്കെ ഇന്ന് ആലോചിക്കാൻ പറ്റുന്നുണ്ട് പ്രോഗ്രാമിലായതുകൊണ്ട്. ഇവിടെ സദാചാര നിഷ്ഠകളും ഉത്കൃഷ്ട ജീവിത തത്വശാസ്ത്രമോ ആ വരികൾ എന്നെ ബാധിക്കുക അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ വരികയാണ്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അറിവുകളൊക്കെ നിഷ്പ്രഭമായി ഞാൻ അടിതട്ടി ഒന്നുമില്ലാതെ തെരുവിലെത്തിപ്പെടുകയാണ്. 10 രൂപ ചായ കുടിക്കാൻ മറ്റുള്ളവൻ്റെ കൃപ വേണം. എന്തെങ്കിലും ഒരു ജോലി. ദുബായിൽ നിന്ന് വരുമ്പോൾ ഞാൻ മൾട്ടിനാഷണൽ കമ്പനി വർക്ക് ചെയ്താണ്. കമ്പനി GM ആണ്. 360 സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഈ സാധനമൊക്കെ പോയി. ആംബുലൻസിൻ്റെ ഡ്രൈവറാവാൻ നോക്കി. ഏതെങ്കിലും ജോലി മതി ഇന്ന്. കോഴി വണ്ടിയിൽ വരെ പോകാൻ. അതൊക്കെ എന്തായിരുന്നു? എൻ്റെ എളിമപ്പെടേണ്ട ഭാഗമല്ല, നിവൃത്തിയില്ലാത്തോണ്ടാ. ഞാനങ്ങനെ എളിമപ്പെടുന്ന ആളല്ല. അടിസ്ഥാന സ്വഭാവം എന്ന് പറഞ്ഞ അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രൂപമാണ് എൻ്റെ. അത് ഏത് നിമിഷം എൻ്റെ ക്യാരക്ടറിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ളൊരു സ്വഭാവമാണ് എൻ്റെ. അവിടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുകയാണ് ഈ പറയുന്ന കാര്യങ്ങൾ, എൻ്റെ അറിവുകൾ. എനിക്ക് കുറേ അറിയാം. കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. സയൻസ് അറിയാം. അല്ലെങ്കിൽ ഞാൻ ആർട്ടിക്കിൾ 51AH മനുഷ്യനിൽ ശാസ്ത്രാവബോധം വളർത്തുന്ന അല്ലെങ്കിൽ യുക്തിചിന്ത വളർത്തുകയാണ് മനുഷ്യൻ്റെ ലക്ഷ്യം എന്നൊക്കെ നിരന്തരം പ്രസംഗിക്കുന്ന എനിക്ക് എൻ്റെ സ്വതന്ത്ര ചിന്ത പോലും എൻ്റെ മദ്യാസക്ത രോഗത്തെ മറികടക്കാനായി എനിക്ക് സാധിച്ചില്ല. എത്രയോ സ്വതന്ത്ര ചിന്തകർ ഇന്നും മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന, മദ്യപിക്കാതിരിക്കുന്നുണ്ട്. മദ്യം ഏതൊക്കെ രീതിയിൽ, യഥാർത്ഥ രീതിയിലൊരു സ്വതന്ത്ര ചിന്തകൻ എന്ന് പറഞ്ഞാൽ മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് അതേപോലെയാണ് മതത്തെയും കാണുന്നത്. ഇതെല്ലാം മനുഷ്യനെ എങ്ങനെയാണ് മയക്കുന്നതെന്ന് പറയുമ്പോൾ മതത്തെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞ് അതിനെതിരെ പ്രവർത്തിക്കുമ്പോഴും എൻ്റെ രോഗത്തെ മറികടക്കാൻ എനിക്ക് ഈ അറിവുകളൊന്നും ഉപയുക്തമായില്ല എന്ന് ബിഗ് ബുക്കിൽ പറയുകയാണ്. എത്ര ശ്രമിച്ചിട്ടും അത്ര നിഷ്ഠകൾക്കും തത്വങ്ങൾക്കുമൊന്നും എന്നെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതെനിക്കെങ്ങനെ പറ്റുന്നു അല്ലെങ്കിൽ ഈ ലിറ്ററേച്ചറുകളെ ഞാൻ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പിന്നീട് സദാചാര നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പല സമയങ്ങളിലും കുടിക്കാതിരിക്കുന്ന സമയങ്ങളിൽ ഇത്തരം കാര്യങ്ങളിലൂടെ ഞാൻ വളരെ ബുദ്ധിമാനാണ്, വളരെ നല്ല രീതിയിലാണ് പോകുന്നത് എന്ന രീതിയിൽ പോയി. പക്ഷേ മദ്യത്തെ നിയന്ത്രിച്ച് കുടിക്കാൻ ഓരോ കുടിയുടെ ഘട്ടത്തിലും ഞാൻ വിചാരിക്കുന്ന അടുത്ത കുടി നിയന്ത്രിച്ച് കുടിക്കുന്നുള്ളതാണ്. എന്നെക്കൊണ്ട് കഴിഞ്ഞില്ല. അവിടെ ഞാൻ ദയനീയമായി പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. വേണ്ടത്ര ശക്തിയുടെ അഭാവം. എനിക്ക് വേണ്ടത്ര ശക്തിയില്ല. കാരണം ഞാൻ ഒറ്റയ്ക്ക് എത്രയോ തവണ നോക്കി. പക്ഷെ ഞാൻ എങ്ങനെയാണ് ദൈവത്തെ കണ്ടെത്തുക? എങ്ങനെ എനിക്ക് പറ്റുക? എനിക്കങ്ങനെ ഒരു ആകാശത്തിരുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന ആകാശമാമനിൽ വെറുതെ വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വിശ്വാസം വരുന്നില്ല. കാരണം അതൊരു സുപ്രഭാതത്തിൽ പോയതല്ല എൻ്റെ വിശ്വാസം. അത് അടിയുറച്ച് പോയ മൂല്യങ്ങളാലും അല്ലെങ്കിൽ അത്തരം വായനകളിലൂടെയാണ്. ആ ഒരു വഴിയിലൂടെ വന്നവർക്കത് മനസ്സിലാവുള്ളൂ. ഞാൻ നിർബന്ധപൂർവ്വം ശ്രമിച്ചാലും വിശ്വസിക്കണം. പലരും പറയാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കണം, വിശ്വസിച്ചാൽ രക്ഷിക്കുന്നു. എങ്ങനെ? ഈ പറഞ്ഞ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മനുഷ്യനിൽ ആ രീതിയിലാണ്. വളരെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം. അവിടെയാണ് ബിഗ് ബുക്ക് പറഞ്ഞത്, അതെ, ഈ ഗ്രന്ഥം ശരിക്കും അതിനു വേണ്ടിയുള്ളതാണെന്ന് പറയുന്നുണ്ട്.
നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള നിങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തുക എന്നതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശം എന്നാണ്. അവിടെ എനിക്കൊരു ആശ്വാസമാണ്. എന്തായാലും ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഗ്രന്ഥം അല്ലെങ്കിൽ ആ ലിറ്ററേച്ചർ ഞാൻ പഠിക്കുന്നതിലൂടെ എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിയുള്ള എന്നെക്കാൾ ശക്തിയുള്ള ഒന്ന്, ആ വലിയ ശക്തിയെ കണ്ടെത്താൻ എന്നെ സഹായിക്കും എന്ന് പറയുകയാണ്. ഞങ്ങളുടെ വിശ്വാസപ്രകാരം കുടിയന്മാരായ അന്നത്തെ ആ 100 പേരുടെ, എൻ്റെ അതേ മാനസികാവസ്ഥയുള്ള ആളുകളാണ് ഇത് എഴുതിയിട്ടുള്ളത്, അവരുടെ ആത്മീയവും സദാചാരപരവും വരുന്ന ഗ്രന്ഥം, അവരുടെ അനുഭവങ്ങളാണ്, നേരെ അനുഭവങ്ങളാണ് ഈ ഗ്രന്ഥത്തിലെല്ലാം. എയുടെ ലിറ്ററേച്ചറുകളുടെ ഓരോ കാര്യങ്ങളും, ഡെയിലി റിഫ്ലക്ഷൻ ആയിക്കൊള്ളട്ടെ, ഒക്കെ അനുഭവങ്ങളുടെ തീച്ചുളയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതാണ്. അതിനോട് എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു. അല്ലെങ്കിൽ കൂട്ടായ്മയിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ വേറെ വഴിയൊന്നും എൻ്റെ മുന്നിലില്ല എന്നെനിക്കറിയാം. കാരണം അത്രയൊക്കെ വഴികൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ ദയനീയമായിട്ട് കുടിയുടെ കാര്യത്തിൽ മദ്യാസക്തി രോഗമാണ് എന്നറിഞ്ഞ് പരാജയപ്പെട്ട ആളാണ്. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ഒരു രീതിയിൽ ഇരിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ എനിക്ക് എങ്ങനെയാണ് ഈ പ്രോഗ്രാമിലേക്ക് എത്തുക, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് ഞാൻ പോവുക, എന്തായാലും ഒരു വഴി എനിക്കുണ്ടാവും എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാനിവിടെ ശ്രമിക്കുകയാണ്. അവിടെ എന്നോട് മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് എന്നോട് പറയുകയാണ്, നിങ്ങളെപ്പോഴെങ്കിലും നമ്മൾ ഈ മുൻവിധികളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വലിയ മുൻവിധി എനിക്കുണ്ട്, ഈ പറയുന്ന കാര്യങ്ങളെ ഒന്ന് ഉൾക്കൊള്ളാനായിട്ട് എളുപ്പത്തിൽ അങ്ങനെ സാധ്യമാവുന്ന മാനസികാവസ്ഥയല്ല ഉള്ളത്. പക്ഷേ എൻ്റെ മുൻവിധികളെയൊക്കെ മാറ്റിവെച്ച് ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം നീ പ്രകടിപ്പിക്കുന്നുണ്ടോ, അപ്പോൾ മുതൽ നിനക്ക് ആ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു ആഗ്രഹമുണ്ട്, എന്നെ സുബോധവാനാക്കുന്ന എന്നെക്കാൾ വലിയൊരു ശക്തിയെ കണ്ടെത്തണം. അത് ഈ പറയുന്ന മതപരമായ ദൈവത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്കോ പോകാൻ ഞാൻ നിരന്തരം ശ്രമിക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ മുതൽ പൂർണ്ണമായും ദൈവം എന്ന ആ ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ഫലം കിട്ടിത്തുടങ്ങി ഞങ്ങൾക്ക് എന്ന് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ലിറ്ററേച്ചർ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയ ആശ്വാസമായി. ഒരു വലിയ ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം മതി. ആ ശക്തി എന്താണ് എന്ന് ഞാൻ ആർക്കും നിർവചിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. കാരണം മദ്യത്തിൻ്റെ മുന്നിൽ ആ രീതിയിൽ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. എനിക്ക് കുടിച്ച് നടക്കാനും വീണ്ടും ജീവിതത്തെ കുടിയിലേക്ക് എത്തിക്കാനും ആഗ്രഹമില്ല. മാത്രമല്ല ഈ 12 പടികളിലൂടെ കടന്നു പോകണമെന്ന അത്യധികമായ ആഗ്രഹമുണ്ട്. അതിനെനിക്ക് തടസ്സം നിൽക്കുന്നത് എൻ്റെ വിശ്വാസമില്ലായ്മ, അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന ഒരു കാര്യത്തെ കണ്ടെത്താൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കറിയുന്നുണ്ട്, എനിക്ക് അഹങ്കാരമുണ്ട്. സ്വകാര്യ ബലഹീനതകളെ പരിഹരിക്കാനായിട്ട് 1-ാം പടിയിൽ തന്നെ പറയുന്നുണ്ട്, 12 പടി പരിശീലിച്ചേ പറ്റൂ എന്ന് 1-ാമത്തെ പടിയിൽ ഞാൻ കാണുന്നുണ്ട്. പ്രോഗ്രാം എന്ന് പറയുന്നത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. 1-ാമത്തെ പടി അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക്സ് അനോണിമസ് റിലാപ്സ് പ്രിവെൻഷൻ പ്രോഗ്രാമാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. വീണ്ടും ഉണ്ടാകുന്ന പുനർപതനത്തിലേക്ക് നയിക്കാൻ, നിർത്തിയ കുടിയെ വീണ്ടും വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 12 പടിയിലൂടെ ഞാൻ കടന്നു പോയേ പറ്റൂ എന്ന് എനിക്ക് മനസ്സിലായി. അവിടെ എനിക്കൊരു ആഗ്രഹം മതി, ഒരു വലിയ ശക്തിയെ കണ്ടെത്താൻ. അത് പൂർണ്ണമായിട്ടും ദൈവം എന്ന ആ ശക്തിയെ നിർവചിക്കാൻ. ഞാൻ ആ ദൈവത്തെ നിർവചിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എൻ്റെ ഉള്ളിൽ ആ മതപരമായ കാര്യങ്ങൾ കിടക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ മതത്തിൻ്റെ ആളുകൾ പറയുന്ന ദൈവത്തെയാണ് കാണുന്നത്. അവിടെയാണ് ലിറ്ററേച്ചർ എന്നോട് പറയുന്നത്. 45-ാമത്തെ പേജിൽ പറയുകയാണ്, എപ്പോൾ ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിയെ വിശ്വസിക്കാനുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചു പോകും. എപ്പോഴാണോ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്, അപ്പോൾ മുതൽ ഞങ്ങളിൽ ആർക്കും തന്നെ പൂർണ്ണമായും ദൈവം എന്ന ശക്തിയെ നിർവചിക്കാനോ ഗ്രഹിക്കാനോ കഴിഞ്ഞില്ലെങ്കിലും ബലം കിട്ടാൻ തുടങ്ങി. വലിയ ആശ്വാസം നൽകിയ വാക്കുകളാണതൊക്കെ. അതെന്താണെന്ന് ഞാൻ നിർവചിക്കേണ്ടതില്ല. എനിക്കിവിടെ പ്രാഥമികമായ ഉദ്ദേശമേ ഉള്ളൂ. എനിക്ക് ഭൗതികമായ നേട്ടം തരാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നുമില്ല. ആകാശത്തിരുന്നൊരു അത്ഭുതമായിട്ട്. കാരണം ജെയിംസ് വെബ് ചിത്രങ്ങൾ പുറത്ത് വിട്ടിട്ട് അധികമായിട്ടില്ല. കോടാനുകോടി ഗ്രഹങ്ങളുള്ള ഈ ഭൂമിയുടെ ചിത്രം ജെയിംസ് വെബ് പുറത്ത് വിട്ടപ്പോൾ ഈ കോടാനുകോടി ഗ്രഹങ്ങളിൽ ഭൂമിയും ഈ സൂര്യനടങ്ങുന്ന സൗരയൂഥം എന്ന് പറയുന്നൊരു പൊട്ട് പോലെയാണ്. ആ പൊട്ടിൻ്റെ ഉള്ളിലെ കൊറോണ വൈറസ് പോലെയുള്ള മനുഷ്യരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു ആകാശമാമനിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ആകാശം എന്ന് പറയുന്നത് തന്നെ സങ്കല്പമാണ്, അറ്റമില്ലാത്തതാണ് പ്രപഞ്ചം. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് പ്രോഗ്രാമിലേക്ക് വരാൻ പറ്റുക? പക്ഷേ എനിക്ക് അത് നിർവചിക്കേണ്ട കാര്യമില്ല എന്നെനിക്ക് മനസ്സിലാവണം. ആഗ്രഹം മതി. എനിക്കൊരു വലിയ ശക്തി വേണം. കാരണം ഞാൻ എൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് പല മാർഗങ്ങളും പരീക്ഷിച്ച് നോക്കി പരാജയപ്പെട്ട് നെല്ലിപ്പലക കണ്ടിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് മുന്നോട്ട് പോകണം.
അപ്പം ഞാനത് പ്രത്യേകമായിട്ട് ആർക്കും നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആഗ്രഹമുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും മുന്നോട്ട് പോകാമെന്ന് പ്രോഗ്രാം പറയുകയാണ്. അവിടെ അടുത്ത വരികൾ വലിയ ആശ്വാസമായിക്കൊണ്ട് പറയുകയാണ്. മറ്റുള്ളവരുടെ ധാരണയിലുള്ള ദൈവത്തെ ഞങ്ങൾ പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ കണ്ടെത്തിയത് വളരെ ആശ്വാസം നൽകിയതാണ്. അത് കംസ് ഓഫ് ഏജിലൊക്കെ ഇതിൻ്റെ ചരിത്രം പറയുന്നുണ്ട്. ഈ ബിൽ പടി എഴുതിയ സമയത്ത് അരമണിക്കൂർ കൊണ്ട് അദ്ദേഹം പടി എഴുതി അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് വളരെ മോശമായ അനുഭവം ഉണ്ടാകുന്നു. ബില്ല് നീ എന്ത് പണിയാണ് കാണിക്കുന്നത്, ബില്ല് വിചാരിക്കുന്ന അപ്രീസിയേഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും 6 പടി ഉണ്ടായിരുന്നിടത്ത് 12 പടിയാക്കി മാറ്റി എല്ലായിടത്തും ദൈവം എന്ന പദം നീ എഴുതി ചേർത്തു എന്ന് പറഞ്ഞിട്ട് ബിൽ സംഘർഷം ഉണ്ടാകുന്നുണ്ട് പടികളുടെ ചരിത്രം പറയുന്നത്. അന്ന് ബിൽ ഭാര്യ ലൂയിസ് കൊണ്ടു കൊടുക്കുന്ന ചായയിൽ നിന്നാണ് ആ തർക്കം മാറുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ധാരണ ഹാങ്ക് പിയും ക്ലാരൻസസിനെ പോലെയുള്ള അന്നത്തെ ഉണ്ടായിരുന്ന പഴമക്കാരുടെ ചിന്താഗതിയാണ്. അവർ അത്തിസ്റ്റായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മാർഗത്തിൽ നടന്ന ആളുകളായിരുന്നു. അത് കംസ് ഓഫ് ഏജിൻ്റെ ചരിത്രത്തിലാണ് പിന്നീട് പറയുന്നത്. ഇവിടെ മറ്റുള്ളവരുടെ ധാരണയിലുള്ള ദൈവത്തെ ഞാൻ പരിഗണിക്കേണ്ട കാര്യമില്ല. മീറ്റിങ്ങിൽ വരുന്ന മറ്റ് പഴമക്കാരായിക്കൊള്ളട്ടെ, എൻ്റെ സ്പോൺസറുടെ ധാരണയിലുള്ള ദൈവത്തെ ഞാൻ എടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസം എന്തും ആയിക്കൊള്ളട്ടെ. വലിയ ആശ്വാസം നൽകുന്ന വാക്കുകളാണ് എനിക്കിവിടെ മറ്റുള്ളവരുടെ ധാരണയിലുള്ള ദൈവത്തെ ഞാൻ പരിഗണിക്കേണ്ട കാര്യമില്ല എന്നതെനിക്ക് വലിയ ആശ്വാസം കിട്ടി. എൻ്റെ തന്നെ ധാരണ അതെത്ര തന്നെ അപര്യാപ്തമാണെങ്കിൽ കൂടി അത് വലിയ പ്രചോദനം തരുന്ന വാക്കാണ്. എൻ്റെ ധാരണയാണ്, ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നാണ്. ഞാൻ വേറെ ആരോടും നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഇവിടെ. കാരണം എന്താ, പല രീതിയിൽ മറ്റുള്ളവരെ കാണിക്കാനും മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാനുള്ള ശ്രമമാണ് എല്ലാം തകർന്ന് തരിപ്പണമായിട്ട് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിൽ എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂ. മുന്നോട്ട് പോകാൻ പ്രാഥമികമായ ഉദ്ദേശം മദ്യരഹിതമായ സുബോധാവസ്ഥ കൈവരിക്കുകയും മറ്റുള്ളവരെ രോഗശമനത്തിനായിട്ട് സഹായിക്കുകയാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാനിവിടെ എന്താ, എൻ്റെ ധാരണ എത്ര അപര്യാപ്തമായിക്കൊള്ളട്ടെ, മറ്റുള്ളതുമായിട്ട് ഞാനവിടെ ഒരു സങ്കല്പത്തിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് എന്നോട് പറയുകയാണ്. അത് ഇത്ര തന്നെ ആയിക്കൊള്ളട്ടെ. അവിടെ ദൈവത്തെ സമീപിക്കുന്നതിനും ആ ശക്തിയുമായി സമ്പർക്കം പുലർത്തുന്നതിനും എൻ്റെ ധാരണ എത്ര അപര്യാപ്തമാണെങ്കിലും അവിടെ എനിക്ക് ദൈവത്തെ സമീപിക്കാൻ പറ്റും. ആ ശക്തിയുമായിട്ട് സമ്പർക്കം പുലർത്താൻ പറ്റും. ആ ദൈവം ചിലപ്പോൾ മറ്റു പലതും ആവും. മറ്റുള്ള ആളുകളുടെ ധാരണയിലുള്ളത്, ഇപ്പോൾ ഒരാൾ ഡിങ്കനെയാണ് ആരാധിക്കുന്നത്, പങ്കലക്കാടിൻ്റെ നാഥനായ ഡിങ്കനെയാണോ, ലുട്ടാപ്പിയാണോ, അല്ലെങ്കിൽ ഈ ഒരു വേറെ വല്ല കാര്യങ്ങളെയാണോ, അതൊന്നും ഞാൻ നോക്കേണ്ട കാര്യമില്ല. എൻ്റെ ധാരണ എന്തോ ആയിക്കൊള്ളട്ടെ, അത് ഞാൻ വേറെ ആളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പ്രോഗ്രാം എന്നോട് പറയുകയാണ്. അതിന് ആ ശക്തിയുമായി സമ്പർക്കം പുലർത്താൻ വേണ്ടി എൻ്റെ ധാരണയിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറയണം. ഇവിടെ സൃഷ്ടിന്മുഖമായ സത്തയുടെ അഥവാ സമഗ്രമായി എല്ലാ വസ്തുക്കളുടെയും നിദാനമായ ഒരു പ്രപഞ്ചശക്തിയുടെ നിലനിൽപ്പ് അംഗീകരിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു പുതിയ ഉണർവ് ഉൾക്കൊള്ളുന്നവരും കൂടുതൽ ലക്ഷ്യബോധമുള്ളവരുമായി മാറി എന്ന് അടുത്ത വരി പറയുന്നുണ്ട്. അവിടെ എനിക്ക് വീണ്ടും കൺഫ്യൂഷൻ വരികയായിരുന്നു. കാരണം ഞാനൊരു പ്രപഞ്ചശക്തിയെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ഏജൻ്റായിട്ട് കരുതുന്ന ആളല്ല. ഞാൻ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, അത് കഴിഞ്ഞ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. സയൻസിൽ വിശ്വസിക്കുന്ന, സയൻറ്റിഫിക് ടെമ്പറിലൂടെ കാര്യങ്ങൾ കാണുന്ന ആളാണ്. അപ്പോൾ സ്വാഭാവികമായ നിർദ്ധരണത്തിലൂടെയാണ് പ്രകൃതിയിൽ പരിണാമം നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും ആ സ്വാഭാവിക പരിണാമത്തിൽ പ്രകൃതിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഒരു കൊടുങ്കാറ്റുണ്ടാവുന്നു അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവുന്നു. പ്രകൃതി ഒരു ഏജൻ്റ് അല്ല, ഒരു പ്രപഞ്ചശക്തി. അതിലെനിക്ക് വിശ്വാസമില്ല. പ്രപഞ്ചത്തിന് അങ്ങനെ പ്രത്യേകമായൊരു ശക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായ നിർദ്ധാരണമാണ്. പ്രകൃതി ഒരു ഏജൻ്റായിട്ടല്ല. അപ്പോൾ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. എന്തായാലും ആ ഒരു കാര്യം, ഒരു പ്രപഞ്ചശക്തി എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ സമയത്ത്. അപ്പോൾ അവിടെ എന്നോട് പിന്നീടുള്ള വരികൾ വീണ്ടും എനിക്ക് ഒരു നാസ്തികനായ അല്ലെങ്കിൽ ആഗ്നോസ്റ്റിക് ചിന്താഗതിക്കാർക്കൊക്കെ പറ്റുന്ന കാര്യമാണത്. ഇവിടെ അതാണ് പ്രോഗ്രാമിൻ്റെ മഹത്തരമായിട്ടുള്ള ഒരു കാര്യം. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് വരികയാണ്. ഇവിടെ എയുടെ ആത്മീയതയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പിന്നീട് കടന്നു വരികയാണ്. അവിടെ എന്നോട് പറയാണ്, ഇതിന് ഈ കാര്യങ്ങൾക്കായിട്ട് ചില ലളിതമായ നടപടികൾ മാത്രമേ എടുക്കേണ്ടതുള്ളൂ പറഞ്ഞു എന്നോട്. ചില ലളിതമായ നടപടി ഈ ഒരു പ്രപഞ്ച ശക്തിയെ കണ്ടെത്തുന്ന ആളുകളോട് പറയുകയാണ്. പക്ഷെ എനിക്ക് അതിൽ പോലും വിശ്വാസമില്ലാത്ത എന്നോട് പറഞ്ഞു, ചില ലളിതമായ നടപടികൾ നീ എടുക്കാൻ തയ്യാറുള്ളവരാകണം ഈ പ്രോഗ്രാം നിനക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കാരണം തന്നെ തേടുന്നവരോട് ദൈവം
അതികഠിനമായ വ്യവസ്ഥകളൊന്നും ആവശ്യപ്പെടുന്നില്ല എന്ന് പറയുകയാണ്. അവിടെ വലിയ കാര്യമാണ് ഈ പറയുന്ന ദൈവം. ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വയ്ക്കുന്ന ദൈവസങ്കല്പത്തിൽ ദൈവം ഒരു വ്യവസ്ഥയും പറയുന്നില്ല. അപ്പോൾ എനിക്ക് വലിയ ആശ്വാസമായി. കാരണം ഞാൻ കണ്ട ദൈവങ്ങൾക്കൊക്കെ വ്യവസ്ഥ ഉണ്ട്. കൃത്യമായിട്ട് ദൈവത്തിൻ്റേതായിട്ടുള്ള നിയതമായ പ്രാർത്ഥനകൾ പറയണം, ദൈവത്തിന് വഴിപാടുകൾ വേണം. ഇപ്പം നമ്മൾ ഈ നരബലിയൊക്കെ നടക്കുമ്പോൾ നരബലിക്കെതിരെയൊക്കെ വാദോരാതെ പ്രബുദ്ധ കേരളത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പറയും. അറിഞ്ഞും അറിയാതെയും ഒരു തേങ്ങ പൊട്ടിക്കുന്നതിലൂടെയും വണ്ടിയുടെ അടിയിൽ നാളികേരം വെക്കുന്നതിലൂടെയും അങ്ങനെ തുടങ്ങി. ഞാൻ ആ വിവാദ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന മതപരമായ മുൻധാരണകൾ എനിക്കുണ്ട്. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാടുമുണ്ട്. പക്ഷെ എനിക്ക് പ്രോഗ്രാമിൽ വന്ന് ഞാൻ ആ കാര്യത്തിനല്ല, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല. എൻ്റെ പ്രശ്നം ഇത്തരം അറിവുകളും മറ്റുള്ളവരെ നന്നാക്കാനൊക്കെ, ലോകത്തെ നന്നാക്കാൻ ശ്രമിച്ചിട്ട് ഞാൻ കണ്ട മതപരമായ ദൈവസങ്കല്പമാണ് എൻ്റെ പുറകിൽ നിൽക്കുന്നത്. അതെൻ്റെ ബ്രെയിനിൽ നിന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ജൈവശാസ്ത്രപരമായ ബ്രെയിനിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് അതിനാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇവിടെ ലളിതമായ നടപടി ഞാൻ തയ്യാറാവണം. ആ ലളിതമായ നടപടി എന്താ? അത് എങ്ങനത്തെ ദൈവമാണ്? ആൽക്കഹോളിക്സ് അനോണിമസ് മുന്നോട്ട് വയ്ക്കുന്ന ദൈവം എന്ന് പറയുന്നത് തന്നെ തേടുന്നവരോട്, ആ ദൈവം മുന്നോട്ട് വയ്ക്കുന്ന ദൈവം, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റിയ ദൈവം എന്ന് പറയുന്നത്, ആ ദൈവം തന്നെ തേടുന്നവരോട് ഒരു വ്യവസ്ഥയും ആവശ്യപ്പെടുന്നില്ല. ദൈവത്തിന് പ്രത്യേകിച്ച് തന്നെ പ്രീതിപ്പെടുത്താനായിട്ട് വഴിപാട് ചെയ്യണം, തനിക്ക് വേണ്ടി ഇവൻ പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന ദൈവത്തെ അല്ല എനിക്ക് കാണിച്ചിരുന്നത്. ഒരു വ്യവസ്ഥയില്ലാത്തൊരു ദൈവം, അങ്ങനത്തെ ഒരു ദൈവസങ്കല്പം മുന്നോട്ട് വയ്ക്കുകയാണ്. പിന്നീട് യുടെ ആത്മീയതയുടെ ഏറ്റവും മഹത്തരമായി എന്നെ മാറ്റിമറിച്ച, ഇന്നും എനിക്ക് സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, യിലെ അംഗങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ, യിലെ മറ്റംഗങ്ങളുമായിട്ട് നീരസമുണ്ടാകുമ്പോൾ, മറ്റ് പ്രശ്നങ്ങൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ള ആളുകൾ എന്നെ ദ്രോഹിച്ചു എന്ന് കരുതുമ്പോൾ എനിക്ക് വായിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാൻ ഉരുവിടുന്ന ഒരു പ്രാർത്ഥനയായി മാറിയ യുടെ ആത്മീയതയുടെ അടിസ്ഥാനം ഞാൻ അവിടെ കാണുകയാണ്. 46-ാമത്തെ പേജിൽ ഏറ്റവും പ്രധാനമായി ഞാൻ അണ്ടർലൈൻ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വരികളാണത്. ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ വിസ്തൃതവും, യുടെ ആത്മീയതയുടെ ഇൻട്രൊഡക്ഷൻ വരികയാണ്. ഞങ്ങളുടെ ആത്മീയ തലം എന്ന് പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയ തലം എന്ന് പറയുന്നത് വളരെ വിസ്തൃതി നിറഞ്ഞതാണ്. അത് ഈ പ്രപഞ്ചത്തെ പോലെയാണ്. അറ്റം കണ്ടുപിടിക്കാത്ത പ്രപഞ്ചം, കോടാനുകൂടി ഗ്രഹങ്ങൾ അടങ്ങിയ പ്രപഞ്ചത്തെ പോലെ വിസ്തൃതമാണ് ആത്മീയ തലം എന്ന് പറയുന്നത്. എല്ലാം ഉൾക്കൊള്ളുന്നതുമാണ്, എല്ലാത്തിനും ഉൾക്കൊള്ളും. ഞാൻ കണ്ട മതസങ്കല്പങ്ങളിലെല്ലാം ഉൾക്കൊള്ളുന്നതല്ല മതം. മതങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് എൻ്റെ ധാരണയിൽ കേട്ടോ. അതേപോലെ ആയിക്കൊള്ളുന്നില്ല മറ്റുള്ളവർക്ക്. എൻ്റെ ധാരണയിൽ മതത്തിന് കൃത്യമായ കാഴ്ചപ്പാടുണ്ട്. അവരുടേതായ അനുഷ്ഠാനങ്ങളുണ്ട്. അവരുടെ ദൈവം അവരെ ആ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരെ മാത്രം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ മുന്നോട്ട് വയ്ക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ ആത്മീയ തലം, മുന്നോട്ട് വയ്ക്കുന്ന ആത്മീയത വളരെ വിസ്തൃതമാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളും. ഒന്നിനെയും ഒരിക്കലും, അതാണ് പ്രധാനം, ഒരിക്കലും ഒന്നിനെയും ഒരു കാരണവശാലും നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു, നിങ്ങളുടെ ജീവിത രീതി എന്താണ്, നിങ്ങൾ ഏത് മേഖലയിൽ നിന്ന് വന്നു, നിങ്ങളുടെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ, നിങ്ങൾ കൊലപാതകിയാണോ, കള്ളനാണോ, ഇതൊന്നും നോക്കുന്നില്ല. ഒന്നിനെയും പുറന്തള്ളാത്തതുമാണ്. ഒരു കാരണവശാലും നിങ്ങളെ പുറന്തള്ളുന്നില്ല. മദ്യാസക്തി, മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ചേരാനുള്ള ഒരേ ഒരു യോഗ്യത എന്ന പാരമ്പര്യം അവിടെ കടന്നു വരികയാണ്. ഇവിടെ ഞാനൊരാളെ ആലിംഗനം ചെയ്യുമ്പോൾ, ഒരു അംഗത്തെ ആലിംഗനം ചെയ്യുമ്പോൾ അവൻ്റെ ജോലി കണ്ടിട്ടോ ഒന്നുമല്ല, അവൻ്റെ ഡിഫക്റ്റോട് കൂടിയാണ്. അതിൽ കൊലപാതകി ഉണ്ടാവാം, ഇന്നും ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാളുണ്ടാവാം, മറ്റ് പല പ്രവൃത്തികൾ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ യുടെ ആത്മീയ തലത്തിൽ ഇതൊന്നുമില്ല. ആത്മീയ തലം വിസ്തൃതമാണ്, വളരെ വിസ്തൃതി നിറഞ്ഞാണ്. അതിരുകളില്ലാത്തതാണ് യുടെ ആത്മീയത എന്ന് പറയുന്നത്. അതെല്ലാത്തിനെയും ഉൾക്കൊള്ളും. ഒരിക്കലും ഒരു കാരണവശാലും ആ മനുഷ്യൻ എന്തോ ആയിക്കൊള്ളട്ടെ ആരെയും പുറന്തള്ളാത്തതാണ്. ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്തതുമാണെന്നാണെന്ന് പറയുന്നത്. ആത്മാർത്ഥമായിട്ട്, ഇവിടെ ആ വില്ലിങ്നെസ്സിനോടുകൂടി സത്യസന്ധമായിട്ട് ആത്മാർത്ഥമാണ്. എനിക്ക് വേണം, എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ജീവിത രീതിയിലേക്ക് വരണം, എനിക്ക് മുന്നോട്ട് പോകണം എന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ട്. കാരണം മദ്യപിക്കാതിരിക്കണം എന്നതാണ് അവിടെ ആത്മാർത്ഥത. മദ്യത്തിൻ്റെ മുന്നിൽ ആ രീതിയിൽ പരാജയപ്പെട്ട് വന്നാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കാൻ ഞാൻ തയ്യാറാവുകയാണെങ്കിൽ അത് അന്വേഷിക്കേണ്ട ചുമതല എനിക്കാണ്. അന്വേഷിക്കുന്ന ആരെയും തടയാത്തതുമായ ഒന്നാണെന്ന് പറയുകയാണ്. അപ്പോൾ ആത്മീയ തലത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടിലൂടെ പറയുകയാണ്. ഞങ്ങൾക്ക് ആത്മീയ തലം എന്നാൽ വിസ്തൃതമാണ്, എല്ലാം ഉൾക്കൊള്ളുന്നതും ഒരിക്കലും ഒന്നിനെയും പുറന്തള്ളാത്തതും. അവിടെ ഒരാളെയും പുറന്തള്ളുന്നില്ല. അയാളുടെ സ്വഭാവ ദൂഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഉൾക്കൊള്ളുന്നത്.
ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്താണ്. അപ്പോൾ ആരെയും തടയുന്നില്ല. ഈ പറയുന്ന ആളുകൾ എൻ്റെ പോലെ സങ്കല്പം മറ്റുള്ളവർക്ക് വേണം എന്ന വാശിയില്ല ഇവിടെ. ആ അന്വേഷിക്കുന്ന വ്യക്തി എന്ത് കണ്ടെത്തുന്നു അയാളെ കൂടി ഉൾക്കൊള്ളുന്നതാണ്. അത് തടയുന്നില്ല. നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള പരമമായ സ്വാതന്ത്ര്യം. ഇവിടെ തുടക്കകാലത്ത് പടികൾ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പോലെയാണ് പടികൾ മറ്റുള്ളവർ ചെയ്യേണ്ടത് എന്ന ധാരണ, അതും അവിടെ പോവാണ്. എന്നെപ്പോലെ ഞാനുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്ന രീതി. ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എയിൽ വരുമ്പോൾ ചില പഴമക്കാരെ ഞാൻ എൻ്റെ വാർപ്പ് മാതൃകകളായിട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ആ രീതിയിൽ ഞാൻ സൃഷ്ടിക്കുമ്പോൾ അവർ പറയുന്ന ശരി. അപ്പോൾ ഏതെങ്കിലും ഒരു അംഗം മീറ്റിങ്ങിൽ എന്തെങ്കിലും പറയുമ്പോൾ ഇവരോട് പോയിട്ട് ഞാൻ ചോദിക്കുകയാണ്, അയാൾ അങ്ങനെ പറഞ്ഞത് ശരിയാണോ? അപ്പോൾ പലരും അല്ലെങ്കിൽ അനുവർത്തിക്കുന്നൊരു നയമാണ്. കാരണം ഈ ആൾ പറയണം, എന്നാലാണ് എനിക്ക് ഇതാണ്. അപ്പം ഞാൻ മറ്റാൾ ശരിയല്ല. ഇതൊന്നുമില്ല. ഏടെ ആത്മീയതയിൽ അവരവർ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ പ്രോഗ്രാം ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഏയുടെ ആത്മീയ തലത്തെക്കുറിച്ച് 46-ാമത്തെ പേജിലെ ബിഗ് ബുക്കിൽ കൃത്യമായിട്ട് പറയുകയാണ്. ഇവിടെ വാശികളില്ല. എഴുതി ചെയ്യണം. ചെയ്യുമ്പോൾ ഇങ്ങനെ ഏയുടെ ലിറ്ററേച്ചറുകൾ പിന്നീട് ഏയുടെ അപ്രൂവ്ഡ് ലിറ്ററേച്ചറായ ആത്മീയതയിലേക്കുള്ള നിരവധി പാതകൾ എന്ന് പറയുന്നൊരു ഇത് അവതരിപ്പിച്ചിരുന്നു. അതിൽ പറയുന്നുണ്ട് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആളുകളുടെ പ്രോഗ്രാം എയുടെ മീറ്റിങ്ങിൽ എങ്ങനെയാണ് ആത്മീയത എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. ഇതാണ് അടിസ്ഥാനപരമായി 46-ാമത്തെ പേജിൽ അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ പ്രത്യേക വ്യവസ്ഥകളില്ല. എല്ലാവരും ഞാൻ അറിഞ്ഞ പോലെയാണ് പ്രോഗ്രാം ചെയ്യേണ്ടതെന്ന കാര്യമൊന്നും പറയുന്നില്ല. ഇവിടെ വിസ്തൃതി നിറഞ്ഞതാണ്. എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. ഈ പറയുന്ന എതിരഭിപ്രായങ്ങളെയും അയാൾ എങ്ങനെ അയാളുടെ മദ്യരഹിതമായ അവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഞാൻ എന്നെ വാശി പിടിക്കേണ്ട കാര്യമില്ല. അയാൾ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കേണ്ടത് അയാൾക്കേ പറയാൻ പറ്റൂ. അയാൾ ആത്മാർത്ഥമായിട്ടാണ് അന്വേഷിക്കുന്നത്, എനിക്കേ പറയാൻ പറ്റൂ എൻ്റെ കാര്യം. ആരെയും തടയാത്തതാണ്. അപ്പം അത്തരം വിശാലമായി ഒരു മതത്തിനോ അല്ലെങ്കിൽ മറ്റ് സങ്കല്പങ്ങൾക്കോ ഒന്നും പറ്റാത്ത ഒരു ആത്മീയതയെ അവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഇവിടെ അതികഠിനമായ വ്യവസ്ഥകളില്ലാത്തൊരു ദൈവത്തെ കൊണ്ടുവന്നു. എല്ലാ മനുഷ്യന്മാരെയും അവരായിരിക്കുന്ന രീതിയിൽ ഉൾക്കൊള്ളുകയാണ്. ഉപാധികളൊന്നുമില്ല. അവരെങ്ങനെയാണ്, അവരെനിക്ക് വേണ്ടി മാറിയിട്ടല്ല. ഉപാധികളില്ലാതെ എങ്ങനെ മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും? അവരായിരിക്കുകയും ഞാനായിരിക്കുകയും ചെയ്യുന്ന ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുവരികയാണ്. അവിടെയാണ് എൻ്റെ ആത്മത്തിലേക്ക് അപരത്വത്തെ ഉൾക്കൊള്ളുന്ന ആത്മീയത കടന്നു വരികയാണ്. എൻ്റെ ആത്മം എപ്പോഴും സ്വാർത്ഥത നിറഞ്ഞ മദ്യാസക്തനായ എനിക്ക് മറ്റുള്ള ആളുകളെ അവരായി പരിഗണിക്കാൻ, ആ അപരത്വത്തെ എൻ്റെ ഉള്ളിലേക്ക് പരിഗണിക്കുന്ന ഒരാത്മീയതയാണ് ഏടെ തലം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഈ ഒരു കാര്യത്തിലേക്ക് എത്തലാണെന്ന് പറയുകയാണ്. ഇത് എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്നതാണ് അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതെല്ലാം മനുഷ്യർക്കുമാണ്. ലോകത്തിലുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും വേണ്ടി ഇനിയും എത്താത്ത ഇന്നും ബീവറേജിൽ ക്യൂ നിൽക്കുന്ന ആൾ, അയാളുടെ എന്തൊക്കെ സ്വഭാവ ദൂഷ്യങ്ങളുണ്ടോ അതോടുകൂടിയാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടാണത്. ഒരു വിവേചനങ്ങളും ഇല്ല ഇവിടെ. അയാളുടെ ജാതി, അയാളുടെ മതം, അയാളുടെ മറ്റ് ചിന്തകൾ ഒന്നും തന്നെ ഇവിടെ ഘടകമല്ല. ഞാൻ ആരെയും വിധിക്കാൻ അർഹനല്ല, ഞാൻ ആരെയും വിധിക്കാനും പാടില്ല. അതെല്ലാം മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്നതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുകയാണ്. ഈ ഒരു കാര്യം കൊണ്ട് ഏടെ ആത്മീയ തലം ഇങ്ങനെയാണ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് ദൈവത്തെപ്പറ്റി ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ തന്നെ ധാരണയുള്ള ദൈവമാണ്. അത് നിങ്ങളുടെ ധാരണയിലുള്ള ദൈവമാണ്. ഞാനിവിടെ വാശി പിടിക്കേണ്ട. ഇവിടെ നിങ്ങൾക്ക് മതപരമായിട്ടുള്ള ദൈവത്തെ കണ്ടെത്താം. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മംഗലക്കാട് നാഥനായ ഡിങ്കിനെ കണ്ടെത്താം, അല്ലെങ്കിൽ മറ്റ് പല ആളുകളെ കണ്ടെത്താം, പ്രോഗ്രാമിനെ കണ്ടെത്താം. അവിടെ നിങ്ങൾ എൻ്റെ ദൈവത്തെ കളിയാക്കുമ്പോൾ, അത് കോമിക് കഥാപാത്രമാണെന്ന് പറയുമ്പോൾ, ഞാൻ നിങ്ങളുടെ ദൈവത്തെ കോമിക് കഥാപാത്രമാണെന്ന് പറഞ്ഞ് തർക്കം വരും. ഇവിടെ ആത്മീയതലം എന്താ? നമ്മൾ തർക്കിക്കാനില്ല, തർക്ക വിഷയങ്ങളിൽ ഏർപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എന്നെ തിരുത്താൻ നിങ്ങളെ തിരുത്താൻ ഞാനോ വരണ്ട എന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. അന്ന് തിരുത്തലാണ് എനിക്ക് ഏറ്റവും. ഞാൻ അറിഞ്ഞ പോലെ മറ്റുള്ളവർ അറിയണം, അതിനുള്ള വാശിയാണ്. അതാണ് എൻ്റെ രോഗം. മദ്യാസക്തി എന്ന് പറയുന്നത് എൻ്റെ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണെന്ന് 1-ാമത്തെ പടിയിൽ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ പ്രശ്നം എന്താ? മദ്യാസക്തി എന്ന് പറയുന്ന രോഗം എനിക്ക് മാനസികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്, സ്വകാര്യമായ ബലഹീനതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ ധാരണയാണ് അത്. മനസ്സിലാക്കുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ ധാരണയാണ്. ആ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്.
ആത്മീയമായി ഈ ഗ്രന്ഥത്തിൽ കാണുന്ന എല്ലാ ആശയങ്ങൾക്കും ഇക്കാര്യം ബാധകമെന്ന് പറയുന്നുണ്ട്. ഇത് മതപരമായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ താല്പര്യമുണ്ടോ അത് കണ്ടോളൂ എന്ന് പറയുകയാണ്. പക്ഷേ വാശി പിടിക്കരുത്. മറ്റുള്ളവർ ഞാൻ അറിഞ്ഞ പോലെ പ്രോഗ്രാമിലേക്ക് വരണം. ഓരോ വ്യക്തിക്കും അവരവരുടേതായ ബോധതലങ്ങളുണ്ട്, അവരുടെ വളർച്ചയുടെ ഘട്ടങ്ങളുണ്ട്. ഒരിക്കലും വേറൊരാളാവാൻ നമുക്ക് സാധ്യമല്ല എന്ന് പ്രോഗ്രാം ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് എനിക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ ധാരണയിലുള്ള ദൈവത്തെ കണ്ടെത്തിയാൽ മതി. മറ്റുള്ളവരെ അതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടതില്ല. ആത്മീയമായ എല്ലാ കാര്യങ്ങളും ബിഗ് ബുക്കിൻ്റെ ഇനിയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ എല്ലാ ആശയങ്ങൾക്കും ഇത്തരം കാര്യങ്ങൾ ബാധകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് ബിഗ് ബുക്ക് പറഞ്ഞു തന്നു. പ്രോഗ്രാമിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം, എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ, ഒരു 7 അംഗം ബുദ്ധിമുട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ പേജ് എടുക്കുക, 46ാമത്തെ പേജ് എടുക്കുക, അല്ലെങ്കിൽ 46ാമത്തെ പേജിൽ ഇപ്പോൾ പറയാൻ പറ്റും. ആത്മീയ തലം എന്നാൽ വിസ്തൃതമാണ്, എല്ലാം ഉൾക്കൊള്ളുന്നതാണ്. അതാണ് എൻ്റെ പ്രാർത്ഥന. അതെൻ്റെ ധ്യാനമായി മാറുകയാണ്. ആത്മാർത്ഥമായിട്ട് ഒന്നിനെയും പുറന്തള്ളാത്തതാണ്. ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന ആരെയും തടയാത്ത ഒന്നാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടി തുറന്നു കിടക്കുന്ന ഒന്നാണ് അതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് വായിക്കുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ഞാൻ ധ്യാനിക്കുമ്പോൾ മറ്റ് മനുഷ്യരെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും. മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ അതെന്തോ ആയിക്കൊള്ളട്ടെ. കാരണം യുടെ പ്രവർത്തനം ഈ രീതിയിലാണ്. എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ് എന്ന ബോധ്യം എനിക്ക് വരും. അപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടാവും, എനിക്ക് ഈ പ്രോഗ്രാമിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഈ തുടക്കത്തിൽ ഇത് മനസ്സിലാക്കാൻ തയ്യാറാകുമ്പോൾ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ മുൻവിധികളൊക്കെ എന്നെ ഈ സ്വയം അന്വേഷിക്കുന്നതിൽ നിന്ന് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അറിയുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കരുത് എന്ന് എനിക്ക് ഓർമ്മിക്കുകയാണ്. അതേപോലെ ഞാൻ ഒരിക്കലും മറ്റുള്ളവരെ എൻ്റെ പോലെയാക്കാനോ അവർ പൂർണ്ണമായിട്ടും എൻ്റെ രീതിയിൽ വരണം എന്നല്ല. ഓരോ മനുഷ്യർക്കും അവരവരുടേതായ അറിവുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് അവർ കണ്ടെത്തണം. നിർബന്ധപൂർവം എന്താണോ അടിച്ചേൽപ്പിക്കുന്നത്. കാരണം മദ്യത്തെ നിരവധി തവണ എൻ്റെ കൂട്ടുകാരും എൻ്റെ വീട്ടിലുള്ള ആളുകളും മറ്റുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു, മദ്യം കഴിക്കരുത് ഉണ്ണി, അത് ഈ രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഞാൻ കേട്ടിട്ടില്ല. അപ്പം എൻ്റെ മുൻവിധികൾ സ്വയം ചോദിക്കുന്നതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കരുത്. തുടക്കത്തിൽ എനിക്കത് മതി. എന്താണ്? ഞാൻ എൻ്റെ ധാരണയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളാം. അവരെൻ്റെ പോലെ ആക്കേണ്ട കാര്യമില്ല. ഈ മതപരമായ പ്രാർത്ഥന നടത്തുന്ന അമ്പലത്തിൽ പോകുന്ന ആളോട് ഒരു അംഗത്തോട് ഞാൻ പറയാറില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇപ്പോൾ പറയാറില്ല. അതൊക്കെ അവരുടെ കാര്യമാണ്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റും. അതെന്നെ ഉപദ്രവിക്കാത്തിടത്തോളം അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതേ സ്വാതന്ത്ര്യം എനിക്കും തരാൻ എന്ന് പറയുമ്പോഴാണ് പറയുന്ന ജീവിക്കുക, ജീവിക്കാൻ അനുവദിക്കുക എന്ന വാക്യം എന്നിൽ പൂർത്തിയാവുക എന്ന ബോധ്യം എനിക്ക് വരികയാണ്. മറ്റുള്ള ആളുകളെ ഞാൻ എൻ്റെ പോലെയാക്കാനുള്ള ശ്രമം നടത്തേണ്ടതില്ല എന്നുകൂടി എന്നെ ഓർമ്മിക്കുകയാണ്. ഞാനിപ്പോൾ ഈ അമ്പലങ്ങളോ അല്ലെങ്കിൽ പള്ളികളിലോ മറ്റ് ആരാധനാലയങ്ങളിലോ പോകുന്ന മീറ്റിങ്ങൊക്കെ ഈ പറയുന്ന ആരാധനാലയങ്ങളാണ്. അതിനെയൊക്കെ ഒന്ന് പവിത്രതയോടുകൂടി കാണാനൊക്കെ ഈ ഒരു കാര്യം എന്നെ പ്രാപ്തമാക്കുകയാണ്. ഒന്നിനും പുച്ഛിക്കാതെ എൻ്റെ ഉള്ളിൽ പണ്ട് ഞാൻ മീറ്റിങ്ങിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരാൾ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോഴോ ദൈവത്തെക്കുറിച്ച് പറയുമ്പോഴോ എനിക്ക് പുച്ഛമില്ല. ഞാനിന്ന് നമ്മുടെ മീറ്റിങ്ങിൽ തരുന്ന ആരാധനാലയങ്ങളെയൊക്കെ റെസ്പെക്റ്റോടുകൂടി കാണാൻ എന്നെ ഈ ആത്മീയത പഠിപ്പിച്ചു. പിന്നീട് പതുക്കെയാണത് വന്നത്. ആ ആഗ്രഹം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ രണ്ടാമത്തെ പടിയിൽ പറയുന്ന തർക്കിക്കുന്ന സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങുമ്പോൾ അതിങ്ങനെ അരിച്ചിറങ്ങുന്നത് പോലെ പിന്നീടാണ് അതൊക്കെ ഇറങ്ങുന്നത്. ഈ മനോഭാവത്തിലുണ്ടാകുന്ന മാറ്റം പിന്നീടാണ് വരുന്നത്. കാരണം തുടക്കത്തിൽ ആ ഒരു ആഗ്രഹം മാത്രം മതി എന്ന് പ്രോഗ്രാം പറയുന്നത് അതുകൊണ്ടാണ്. അതൊക്കെയാണ് എനിക്കത് കടന്നു വന്നത്. ചിലർക്ക് പെട്ടെന്നായിരിക്കാം, ചിലർക്ക് സാവധാനം എന്ന് പറഞ്ഞ പോലെ അതിനെയെല്ലാം ഉൾക്കൊള്ളാൻ ഞാൻ മറ്റുള്ളവരെ എന്നെപ്പോലെ ആക്കേണ്ടതില്ല, അതിനെ പരിഹസിക്കേണ്ടതില്ല. പിന്നീട് ഒരാൾ മീറ്റിങ്ങിൽ ഏതെങ്കിലും തരത്തിൽ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ സുബോധം നിങ്ങൾക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ എനിക്ക് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ എനിക്കതൊന്നും തന്നെ ബാധിക്കുന്നില്ല. കാരണം ആത്മീയ തലം അവരെ കൂടി ഞാൻ ഉൾക്കൊള്ളുന്നതാണ് എന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. എൻ്റെ ധാരണയിലേക്ക് അവരെ വരുത്തിക്കാൻ, അല്ലെങ്കിൽ അവരെന്നേക്കാൾ മോശക്കാരാണ്, ആ ചിന്ത ഇരിക്കുന്നില്ല. അതിനെങ്ങനെ മാറ്റം വരുത്തിയത് ഈ രീതിയിലാണ്. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ഒരു അംഗമായി ഞാൻ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ കൂട്ടായ്മയിലേക്ക് വന്നത് എന്ന് ആലോചിക്കണം. എൻ്റെ ബിഗ് ബുക്ക് അല്ലെങ്കിൽ എൻ്റെ ജീവിതം എനിക്കിന്ന് ഞാൻ ജീവനോടെ ബാക്കിയായി നിങ്ങളോട് സംസാരിക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് ഈ കൂട്ടായ്മയാണ്. നിങ്ങൾ ഓരോരുത്തരുമാണ്. എൻ്റെ വഴിയിലുണ്ടായിരുന്ന ഓരോ മനുഷ്യരും ഒരാളോടും ഇന്ന് വെറുപ്പില്ലാതെ എൻ്റെ വഴിയിൽ വന്ന എന്നെ ദ്രോഹിച്ചു എന്ന് പറയുന്നവരോട് പോലും പടികൾ എന്നെ സ്വതന്ത്രമാക്കുകയാണ്. ഞാൻ മറ്റുള്ളവരെ ദ്രോഹിച്ചതിൻ്റെ ഒരംശം പോലും മറ്റുള്ളവരെന്നെ ദ്രോഹിച്ചിട്ടില്ല എന്ന കാഴ്ചപ്പാട് പടികളിലൂടെ കടന്നു വരാൻ,
അതിൻ്റെ തുടക്കം ഈ ഒരു വേർഡിങ്ങാണ്. ഈ 46-ാമത്തെ പേജിലെ ആ മുൻവിധികൾ, മറ്റുള്ളവരെ എന്നെ പോലെയാക്കാനുള്ള ശ്രമം ഞാൻ ഉപേക്ഷിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിന്തയ്ക്ക് എന്നിൽ ആ സമയത്ത് അങ്ങനെ ആയിട്ടില്ല. ഒരു പുരോഗതിയാണ് നമുക്ക് വാഗ്ദാനം തരുന്നത്. ആ പുരോഗതിയിലേക്ക് ആദ്യം ഞാൻ ആഗ്രഹം ഉണ്ടായിരിക്കുക, പിന്നീട് ഞാൻ അതിനെ പ്രാർത്ഥിക്കുക, പിന്നീട് അതിനെ ധ്യാനത്തിലൂടെ എൻ്റെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. അത് പതുക്കെ സാധിച്ചത്. ഈ രീതിയിൽ മറ്റുള്ള ആളുകളെ ഉൾക്കൊള്ളാനായിക്കൊണ്ട് എൻ്റെ ചിന്തയിലല്ല. അത് പിന്നീട് പടികളിലൂടെ കടന്നു പോകുമ്പോൾ, ഓരോ ദിവസവും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പടി കടന്നു വരികയും അതെൻ്റെ പ്രവൃത്തിയിലേക്ക് വരികയും ചെയ്യും. അതിൻ്റെ തുടക്കം ഈ കാര്യമായിരുന്നു. ഈ 46-ാമത്തെ പേജിലെ ഈ വരികളാണ്. പിന്നീട് ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായുള്ള ബോധപൂർവമായ ബന്ധം പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറയുകയാണ്. പിന്നീട് ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായിട്ടുള്ള ബന്ധം പ്രാവർത്തികമാക്കുന്നതിന് എനിക്ക് ഇത്രേ വേണ്ടൂ. എന്നെ മുൻവിധികൾ ഉണ്ടാവരുത് മറ്റുള്ള ആൾക്കാരുടെ. കാരണം ഞങ്ങളുടെ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിനും അവിടെ ഏറ്റവും പ്രധാനമാണ് ആത്മീയ വളർച്ച ആരംഭിക്കുകയാണ്. ആത്മീയ വളർച്ച പുരോഗതിയിലേക്കൊരു സുപ്രഭാതത്തിലെത്തില്ല എന്ന് ഞാനിന്ന് അറിയുന്നത്. ഇന്ന് എയുടെ പടികളിലൂടെയാണ് മറ്റുള്ള. ഇപ്പോൾ എന്നെക്കുറിച്ച് ഒരാളൊരു കുറ്റം പറയുമ്പോൾ, ഞാൻ സംസാരിച്ചത് മോശമായി അല്ലെങ്കിൽ ഉണ്ണി ശരിയായില്ല എന്ന് പറയുമ്പോൾ അവിടെ തീരും. ചിലപ്പോൾ പടിയിലൂടെയല്ല, ആ സമയത്ത് പലരും പറയാറുണ്ട്, അയാൾ പടിയിലൂടെ അല്ല. ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പല പഴമക്കാർ, അയാളൊക്കെ എവിടുന്നാ പടി ചെയ്തിട്ടുള്ളത്, അയാൾ തെറി പറഞ്ഞു അല്ലെങ്കിൽ അയാൾ അങ്ങനെ സംസാരിച്ചു. പക്ഷെ ഇന്ന് എനിക്കറിയാം, ഞാൻ പടിയിൽ നിന്ന് പുറത്തു പോകാൻ അധികം സമയമൊന്നും വേണ്ട. എൻ്റെ ക്യാരക്ടർ അത്ര പെട്ടെന്ന് മാറുന്നല്ല. എന്തുകൊണ്ടാണ് പ്രോഗ്രാം പുരോഗതി പറയുന്നത് എന്നുള്ളതാണ്. പുരോഗതി എന്ന് പറഞ്ഞ് ഞാൻ പ്രവർത്തിച്ചാൽ പ്രവർത്തിക്കുന്നൊരു പ്രോഗ്രാമാണിത്. ആ പ്രവൃത്തി ഓരോ ദിവസവും ഓരോ പ്രവൃത്തിയിലും വേണം. ഞാൻ ഇന്ന് പടിയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞ അപ്പോൾ ഉടനെ പ്രതികരിക്കും. ബിസിനസ് മീറ്റിൽ നിൽക്കുമ്പോൾ ഞാൻ തിരിച്ച് മറുപടി പറയും. അവിടെ വിവേകത്തോടു കൂടി ഞാൻ പടിയിലൂടെ പോകുമ്പോൾ ബിസിനസ് മീറ്റിലും എനിക്ക് നോ എന്ന് പറയാനും, എൻ്റെ ബിസിനസ് എന്താണ്, മദ്യാസക്തി എന്ന് പറയുന്ന രോഗത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുകയും മറ്റുള്ളവരെ സഹായിക്കുന്ന ബിസിനസ്സാണ്, വേറെ കച്ചവടമൊന്നും മേലില്ല എന്ന് പറയും. അതിലേക്ക് പോലും എനിക്ക് പടികൾ എനിക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും എൻ്റെ ജീവിതത്തിൽ. അതിന് വേണ്ടിയിട്ട് ഈ മുൻവിധികൾ ഉണ്ടാവില്ല. എൻ്റെ ആത്മീയമായ വളർച്ച ആരംഭിക്കുകയാണ് എന്ന ബോധ്യം എനിക്കുണ്ടാവണം. ആ ആത്മീയ വളർച്ച ആരംഭിക്കുന്നതിനും ഞാൻ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായ ബോധപൂർവമായ ബന്ധമാണ്. ആ ദൈവത്തിൻ്റെ ബോധപൂർവമാണെന്ന് പറഞ്ഞാൽ ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ ദൈവത്തെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് ഈ പറയുന്ന എൻ്റെ ധാരണയിലുള്ള ദൈവം, അത് കൂട്ടായ്മയാവാം, പ്രോഗ്രാമാവാം, അതെന്താണെന്ന് ആ സമയത്ത് മനസ്സിലായിട്ടില്ല. അതുമായി ഒരു ബന്ധം പ്രാവർത്തികമാക്കുന്നതിന്, അതെന്തിനാണ് പ്രാവർത്തികമാക്കുന്നത്? എൻ്റെ പ്രവൃത്തിയിൽ കടന്നു വരണം. ഈ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള കഴിവില്ലായ്മ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരെയും അവരെ എൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൽ നിന്ന് മാറിക്കൊണ്ട് ഇത് മാത്രമേ വേണ്ടൂ എന്നാണ്. അതിനുശേഷം അതീതമെന്ന് കരുതിയിരുന്ന പലതും ഞങ്ങൾ സ്വയം നവീകരിച്ച് തുടങ്ങിയതായി കണ്ടു എന്ന് പറഞ്ഞാൽ ആ ഒരു നവീകരണം അത് ഈ അടുത്ത കാലത്ത് 12-ാമത്തെ പടിയുടെ പരിശീലനവും കഴിഞ്ഞ് പിന്നീട് വീണ്ടും പടികളെ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരു മനോഗതിയിൽ എങ്ങനെ മാറ്റമുണ്ടായി. പണ്ട് ഞാൻ എങ്ങനെ പ്രതികരിച്ചിരുന്നു, ഇന്ന് ഞാൻ ആ പ്രശ്നത്തെ എങ്ങനെ കാണുന്നു എന്നുള്ള കേട്ടോ. ഇത് ആ വായിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതെനിക്ക് അറിഞ്ഞിരുന്നില്ല. ഈ ഒരു തുടക്കം ഈ രീതിയിലായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിനുള്ള ആഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് ഒരു വളർച്ചയാണ് പിന്നീട്. അതിനുശേഷം വളരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും തുടങ്ങണമായിരുന്നു. എത്ര തന്നെ പരിമിതമായാലും, എൻ്റെ അറിവ് എത്ര പരിമിതമായിക്കൊള്ളട്ടെ ദൈവത്തെക്കുറിച്ച്, അതൊന്നും കുഴപ്പമില്ല എന്ന് പ്രോഗ്രാം എന്നോട് പറയുകയാണ്. അതെത്ര തന്നെ പരിമിതമായിക്കൊള്ളട്ടെ ഉണ്ണി, നീ മുന്നോട്ട് പോവുക. ഞങ്ങളുടെ സ്വന്തം ധാരണ ഉപയോഗപ്പെടുത്താൻ അവിടെ പറയുന്ന പ്രോഗ്രാം കൃത്യമായിട്ട് തുടർന്ന് വരുന്ന ഓരോ വരികളും ഞങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവവുമായുള്ള ബോധപൂർവമായ ബന്ധം പൂർണ്ണമായി പ്രാവർത്തികമാക്കുന്നതിനും തുടക്കത്തിൽ ഇത് മാത്രമേ ആവശ്യമുള്ളൂ. തുടക്കത്തിൽ ഈ ആത്മീയ തലത്തെ മനസ്സിലാക്കുക, ആത്മീയത എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുക. അതിനുശേഷം അതീതമെന്ന് കരുതിയിരുന്ന പലതും ഞങ്ങൾ സ്വയം നവീകരിച്ച് തുടങ്ങിയതായി കണ്ടു. ഈ ഒരു മനോഭാവം ഉണ്ടാകുമ്പോൾ എനിക്ക് മാറ്റമുണ്ടാവും എന്നുള്ളതാണ്. എനിക്ക് മാറ്റം വേണം. പഴയ രീതിയിൽ വീണ്ടും മദ്യത്തിലേക്ക് പോകാനുള്ള ആഗ്രഹമില്ല. ഞാൻ ഇതുവരെ പഠിച്ച കാര്യങ്ങളെ അൺലേൺ ചെയ്ത് പുതിയ രീതിയിൽ മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ ആവശ്യം. ഞാൻ നവീകരിക്കാൻ, പഴയ മനോഭാവത്തിലല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം.
വളരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അത് വളർച്ചയായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആ വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ നിന്നെങ്കിലും തുടങ്ങണം. എനിക്കൊരു തുടക്കം വേണമായിരുന്നു. ആ തുടക്കമാണ് ഇവിടെ ബിഗ് ബുക്കിലൂടെ അല്ലെങ്കിൽ എൻ്റെ സ്പോൺസറിലൂടെ ഈ പ്രോഗ്രാം മനസ്സിലാക്കി തന്നതിലൂടെ എനിക്ക് വരുന്നത്. അതുകൊണ്ട് എത്ര പരിമിതമായിക്കൊള്ളട്ടെ, നീ നിൻ്റെ ധാരണ ഉപയോഗപ്പെടുത്തിയാൽ മതി എന്ന് എന്നോട് പറയുകയാണ്. അവിടെ ഒരേ ഒരു ചോദ്യം ഞാൻ എന്നോട് ചോദിക്കേണ്ടതുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നെക്കാളും മഹത്തായ ഒരു ശക്തിയിൽ വിശ്വസിക്കേണ്ട ഞാനിപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ എന്നോട് ഞാൻ ചോദിക്കുകയാണ്. എന്നെക്കാൾ വലിയൊരു ശക്തി. കാരണം ഞാൻ എൻ്റെ കുടി നിർത്താൻ പലതവണ ശ്രമിച്ചു, എനിക്ക് കഴിഞ്ഞില്ല. ഇവിടെ കൂട്ടായ്മയിൽ എത്രയോ പേര് ഈ കുടിയെ മറികടന്ന് വർഷങ്ങളായിട്ട് പൂർത്തീകരിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പോൾ അവർക്ക് എന്നെക്കാൾ ശക്തിയുണ്ട് എന്ന് ഞാൻ അംഗീകരിക്കുകയാണ്. ഒരു ഈർക്കിലിയാകുമ്പോൾ വളരെ പെട്ടെന്ന് ഒടിക്കാൻ പറ്റുന്നു. പക്ഷേ ആ ഈർക്കിലികൾ 1000 ഈർക്കിലികൾ ചേർന്ന് അല്ലെങ്കിൽ 100ഓളം അല്ലെങ്കിൽ 100ഓ അതിലധികം ഈർക്കിലികൾ ചേർന്ന് ഒരു ചൂലായി മാറുമ്പോൾ പൊട്ടിക്കാൻ പറ്റില്ല. അതിനെ വളയ്ക്കാനേ പറ്റൂ, പൊട്ടില്ല പെട്ടെന്ന്, ഈർക്കിലിയെ പൊട്ടിക്കുന്ന പോലെ. അവിടെ ഞാൻ ഈ കൂട്ടായ്മയിലാണ് നിൽക്കണം എന്ന് ദൃഢമായി വിശ്വസിക്കുന്നുണ്ട്, അഥവാ വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറയുമ്പോൾ അയാൾ ശരിയായ പാതയിലാണ് എന്ന് ഞങ്ങൾ അയാൾക്ക് ഉറപ്പ് നൽകുന്നു എന്ന് പറയുകയാണ്. ഇവിടെ ഈ 100 പേര് ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ അന്നത്തുണ്ടായിരുന്ന പഴമക്കാരായ ആ 100 പേര് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടായാൽ മതി. അതെ, എനിക്ക് ആഗ്രഹമുണ്ട്, വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട്, എന്നേക്കാൾ വലിയ ശക്തിയെ കാണാൻ ആഗ്രഹമുണ്ട്, അതെന്തോ ആയിക്കൊള്ളട്ടെ. ആ ആഗ്രഹമുണ്ടെങ്കിൽ, അങ്ങനെ എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ നീ ശരിയായ പാതയിലാണ് എന്ന ശക്തമായ ഉറപ്പാണ് തരുന്നത്. ഇത് അനുഭവത്തിലൂടെ പ്രാവർത്തികമായ എൻ്റെ പഴമക്കാരായ അന്നത്തെ ആ 100 പേരാണ്. എൻ്റെ ജീവൻ തിരിച്ചു നൽകിയ ഫെല്ലോഷിപ്പിൻ്റെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ പറയുന്ന വരികളാണ്. അതെനിക്ക് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. ഞാൻ ശരിയായ പാതയിലേക്കുള്ള തുടക്കമാണ്, ഇനിയും ഞാൻ കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുറപ്പ്. ഇവിടെ എന്നെക്കാൾ വലിയൊരു ശക്തിയിലെ വിശ്വാസം. കാരണം എനിക്ക് ഈ മദ്യത്തെ നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റിയില്ല. അത് എന്തിനാണ്? അത്ഭുതകരമായ തോതിലുള്ള ആത്മീയ ഘടനയെ നിർമ്മിക്കാനാണ്. എനിക്കൊരു ആത്മീയ ഘടനയെ നിർമ്മിക്കണം. അതെന്തിനാണ് എന്നുള്ളതാണ്. ഈ ഒരു കാര്യങ്ങൾ എനിക്ക് പ്രയാസമുള്ളതായിട്ട് മാറുമ്പോൾ, ആത്മീയ തത്വത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, ഇതുവരെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പല വിശ്വാസങ്ങളെയും സ്വീകരിക്കാതെ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ ഞാൻ ഉൾക്കൊള്ളാതെ എനിക്ക് ഈ ആത്മീയ തത്വങ്ങളെ പ്രചരിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ആത്മീയമായ സമീപനത്തെപ്പറ്റി പലരും ഞങ്ങളോട് പറഞ്ഞപ്പോൾ എത്രയോ വട്ടം ഞങ്ങൾ സ്വയം പറഞ്ഞു, ആ മനുഷ്യനെ പോലെ അയാൾക്കുള്ളതെല്ലാം എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പം ഞാനത് ആഗ്രഹിച്ചു, എൻ്റെ പഴമക്കാർക്ക് ഉണ്ടായിരുന്നതൊക്കെ എനിക്കുമുണ്ടെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മറ്റുള്ളവർ വിശ്വസിക്കുന്ന പോലെ ഞാൻ എപ്പോഴും പറയാറുണ്ടോ, ഞാനൊരു വിശ്വാസിയായിരുന്നെങ്കിൽ എന്തൊരു സുഖമായിരുന്നു, ഒന്നും അറിയേണ്ട ദൈവം ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പറ്റും എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അത് നടക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. മറ്റൊരാൾക്ക് വളരെ ലളിതമായി തോന്നുന്ന വിശ്വാസ പ്രമാണങ്ങളെ ദൃഢസത്യങ്ങളായി സ്വീകരിക്കുവാൻ പക്ഷേ എനിക്ക് പറ്റില്ല. അതിൻ്റെ പ്രകടനം. അതുകൊണ്ട് വളരെ ലളിതമായ തലത്തിൽ നിന്ന് തുടങ്ങാൻ കഴിഞ്ഞു എന്നറിവ് വളരെ ആശ്വാസപ്രദമായി. ആ വരികളൊക്കെ എന്നെ സംബന്ധിച്ചിട്ടുള്ളതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. നാസ്തികനായ എനിക്ക് വളരെ ലളിതമായ തലമാണ്. ലളിതമായ ആത്മീയതയെക്കുറിച്ച് മുന്നേ പറഞ്ഞ രീതിയിൽ ഞാൻ മുന്നോട്ട് പോകണം. ഇത് എന്താണ്? ഇത്തരം കാര്യങ്ങളെ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. 12 പടികളും മറ്റുള്ളവരെ പരിഗണിക്കലാണ് എന്ന എൻ്റെ ബോധ്യത്തെ കുറിച്ച് തന്ന വരികളായിരുന്നു ഇത്. ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റാത്തതിൻ്റെ കാരണം ഞാൻ മർക്കടമുഷ്ടിയുള്ളതാണ്. പിന്നീട് തുടർന്നുള്ള വരികൾ പറയുകയാണ്, ക്ഷിപ്രവികാര വിക്ഷുബ്ധത, വളരെ പെട്ടെന്ന് ദേഷ്യം വരും. വലിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുന്ന എനിക്ക് ക്ഷിപ്രവികാര വിക്ഷുബ്ധമാണ്, പെട്ടെന്ന് ദേഷ്യം വരിക. ഞാൻ വലിയ ആത്മീയതയും ആത്മീയ തത്വങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ കുറ്റം ആരെങ്കിലും പറഞ്ഞു, എൻ്റെ പ്രവൃത്തി ആരെങ്കിലും വിമർശിച്ചാൽ ഉടനെ എനിക്ക് ദേഷ്യം വരികയാണ്. എൻ്റെ ആത്മീയതയൊക്കെ പോയി മറിഞ്ഞു. മീറ്റിങ്ങിൽ എനിക്കെതിരെ ആരെങ്കിലും ക്രോസ് സംസാരിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് തോന്നുകയാണ് ഇവൻ എനിക്കെതിരെയാണോ ഈ സംസാരിക്കുന്നത് തോന്നിയാൽ ഉടൻ ഞാൻ അവനെ ക്രോസ് ചെയ്യാണ്, അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വേറെ വല്ലവരോടും പറയുകയാണ്. അപ്പോൾ ഇത്തരം വികാര വിക്ഷുബ്ധത എനിക്കുണ്ട്. യുക്തിരഹിതമായ മുൻവിധിയുണ്ട്. മുൻവിധി എന്താ? അയാളിപ്പോൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, അവൻ എന്താ അഹങ്കാരത്തോടു കൂടിയായി സംസാരിക്കുന്നത്. പുതിയൊരു അംഗം വന്ന് അവൻ കുറച്ച് മീറ്റിങ്ങിൽ അധികം സംസാരിക്കുമ്പോൾ ഞാൻ വന്ന വഴിയൊക്കെ ഞാൻ മറക്കുകയാണേ. അപ്പോൾ അന്നുണ്ടായിരുന്ന പഴമക്കാർ എന്നോട് പെരുമാറിയ മോശം അവസ്ഥയെക്കുറിച്ച് പറയുന്ന ഞാൻ, കോളേജിൽ റാഗിങ് ഉണ്ടാവുന്ന അതേ അവസ്ഥയാണ്. അന്ന് എനിക്ക് ഈ പഴമക്കാരെ കണ്ടുകൂടാ. ഇന്ന് ഞാനൊരു പഴമക്കാരനായി മാറുകയാണ്. പുതിയ ആൾക്കാരെ ഞാൻ വിധിക്കാൻ തയ്യാറാവുകയാണ്.
അപ്പോൾ എനിക്കങ്ങനെ മുൻവിധി ഉണ്ട്, അവൻ രക്ഷപ്പെടില്ല. എന്നെ പലരും പറഞ്ഞിട്ടുണ്ട് ഞാൻ രക്ഷപ്പെടില്ല, കുടിച്ചു പോകും എന്നൊക്കെ. അപ്പം ഞാൻ എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് വന്ന് നിൽക്കുന്നതാണ് ഈ പ്രോഗ്രാം. അത് ഏത് തരത്തിലാണെങ്കിലും, അല്ലെങ്കിൽ പ്രോഗ്രാം ചെയ്യുന്ന പൊങ്ങച്ചത്തിലാണ് പ്രോഗ്രാം തുടങ്ങിയതെങ്കിലും അവിടെ അതിൽ പോലും എയുടെ ആത്മീയത എന്നെ പരിഗണിക്കുകയാണ്. എങ്ങനെയാണ് പ്രോഗ്രാം, അത് എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാണ്. നാസ്തികനില്ല, മറ്റ് ആത്മീയവാദിയില്ല, അല്ലെങ്കിൽ വിശ്വാസിയില്ല, അന്ധമായ മതവിശ്വാസി ആയിക്കൊള്ളട്ടെ, എല്ലാവരും ഉൾക്കൊള്ളും എയുടെ ആത്മീയത. എയുടെ ആത്മീയ തലം എന്നത് വിസ്തൃതമാണ് എന്ന് പറയുന്നുണ്ട്. ആ യുക്തിരഹിതമായ മുൻവിധി, മറ്റുള്ളവരെ വിധിക്കുന്ന, മറ്റുള്ളവരോടുള്ള അഭിപ്രായങ്ങളെ അവരുടെ സഹിഷ്ണുതയോടുകൂടി, എനിക്ക് സഹിഷ്ണുത വേണം പക്ഷേ മറ്റുള്ളവരോട് ഞാൻ സഹിഷ്ണുത കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള നിസ്സാരമായ പരാമർശം പോലും ഞങ്ങളെ വിരോധം കൊണ്ട് കരുതുള്ളിക്കും. ഇവിടെ എൻ്റെ യഥാർത്ഥ സ്വഭാവമാണ്. ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ പ്രാർത്ഥനയെക്കുറിച്ച് മറ്റതൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വിരോധം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിലുള്ള ചിന്താഗതികൾ ഞാൻ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു തരികയാണ്. അപ്പോൾ ഇത് കുറേ ചെറുത്ത് നിന്നെങ്കിലും ഇത്തരം വികാരങ്ങളെ ദൂരീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതിന് ആശ്വാസമാണ്, എനിക്കിത് പറ്റും. ഞാൻ ശ്രമിച്ചാൽ, ഞാൻ നിരന്തരമായി ശ്രമിച്ചാൽ വീണെടുത്ത് കിടക്കാണ്ട് വീണ്ടും വീണ്ടും വളരെ പെട്ടെന്ന് സാധ്യമാവുന്നല്ല മറ്റുള്ള ആൾക്കാരെ അതേപോലെ ഉൾക്കൊള്ളാൻ. കാരണം എൻ്റെ ക്യാരക്ടറിൽ രൂപപ്പെട്ട് വന്നിട്ടുള്ള സ്വഭാവ ദൂഷ്യങ്ങളാണ്. അപ്പോൾ ഞാനത് അംഗീകരിക്കുക, എൻ്റെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് അംഗീകരിക്കുക. അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ട് ഇനി മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ പലപ്പോഴും മറ്റുള്ള ആളുകളുടെ മാനുഷികമായ കുറവുകളിലേക്ക് നോക്കാൻ. മറ്റുള്ളവരുടെ കുറവുകളെക്കുറിച്ചാണ് ഞാൻ കണ്ടിരുന്നത്. ഞാൻ സ്വയം കുറച്ച് മുന്നേ പറഞ്ഞ പോലെ അസഹിഷ്ണുവാണ്. എനിക്ക് ആരും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, എൻ്റെ അഭിപ്രായത്തിനെതിരെ പറയുന്നത്. എന്നിട്ട് ഞാൻ എന്താ പറയുന്നത്, മറ്റുള്ളവരുടെ അസഹിഷ്ണുതയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്താ ചങ്ങാതി, ഷെയർ ചെയ്താൽ നിർത്തില്ല. അപ്പം ഞാനിതായിരുന്നു, ഞാൻ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമാണ് പറയുന്നതെന്ന് എൻ്റെ ധാരണയാണ്. വെറും തെറ്റായ ധാരണയാണെന്ന് എന്നോട് പ്രോഗ്രാം പറയുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ പോകുമ്പോൾ എനിക്ക് ആ വനത്തിൻ്റെ സൗന്ദര്യം അറിയാൻ പറ്റില്ല, യാഥാർത്ഥ്യം അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം വൺ ഡേ അറ്റ് എ ടൈം എന്ന ഈ പ്രോഗ്രാമിനെ അറിയാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പിന്നീട് അതിങ്ങനെ മുന്നോട്ട് പോകുന്ന ഓരോ വരികളും, അധ്യായത്തിലെ ഒരു വരിയും എനിക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഈ പ്രോഗ്രാം മനസ്സിലാക്കാനായിട്ട് എന്നോട് പറയുന്നുണ്ട് കാഴ്ചപ്പാട് മാറ്റാനുള്ള സന്നദ്ധത എടുക്കാനായിട്ട്. എങ്ങനെയാണ് ഞാൻ ഈ രണ്ടാം പടിയിലേക്ക് ഇറങ്ങേണ്ടത്, ഏടെ ആത്മീയതയിലേക്ക് വരേണ്ടതെന്നുള്ളതാണ്. എനിക്ക് സ്വയം എന്നോട് ഞാൻ ചോദിക്കുമ്പോൾ എനിക്ക് വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നമുണ്ട്. നേരത്തെ പറഞ്ഞ 7 അംഗങ്ങളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവരുടെ സ്വഭാവങ്ങളുടെയും അവരുടെ ഇൻവെൻട്രിയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഈ 7 വന്നത് എൻ്റെ ഇൻവെൻട്രി എടുക്കാനാണ്. പക്ഷെ ഞാൻ അതല്ല ചെയ്യുന്നത്. ഞാൻ മറ്റുള്ളവരുടെ മാനസികമായ കുറവുകളിലേക്ക് നോക്കുകയാണ്. അയ്യോ, അവൻ അങ്ങനെ ചെയ്തു, അവൻ ഇത് ചെയ്തു, ശരിയായില്ല. ഓരോ 7 അംഗത്തിൻ്റെ കുറവും ഞാൻ പറയുകയാണ്. അപ്പോൾ അതേപോലെയാണ് എൻ്റെ കുടുംബത്തിലെയും എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും വ്യക്തിബന്ധങ്ങളിൽ എനിക്ക് കുഴപ്പമുണ്ട്. എൻ്റെ വൈകാരിക അവസ്ഥകളാണ് ഇതിന് കാരണം. അമിതമായ അഭിമാനബോധം, ഒന്നാമത്തെ പടിയിൽ ഞാൻ കണ്ട കാര്യം. അത് യഥാർത്ഥത്തിൽ എനിക്ക് വ്യക്തിബന്ധങ്ങളിൽ കുഴപ്പമുണ്ട്. എൻ്റെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ഇതുകൊണ്ടൊക്കെ എന്താ കുഴപ്പമുണ്ടാവുന്നത്, ഞാൻ ആളുകളോട് ദേഷ്യപ്പെടുമ്പോഴും ആളുകളോട് മോശമായി സംസാരിക്കുമ്പോഴും എൻ്റെ ധാരണയിലേക്ക് അവരെ വരുത്താൻ ശ്രമിക്കുമ്പോഴും ഞാൻ കഷ്ടപ്പാടിനും വിഷാദവും, നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സമാധാനമൊന്നും ഉണ്ടാവില്ല. ഞാൻ 24 മണിക്കൂർ എയുടെ മീറ്റിങ്ങിൽ ഇരുന്നിട്ട് യാതൊരു പ്രയോജനമില്ല. അല്ലെങ്കിൽ എയുടെ ബിഗ് ബുക്കിലെ വരികളൊക്കെ എടുത്തിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഒരു പ്രയോജനം എനിക്ക് കിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞില്ല. നീ വലിയ കോട്ടിംഗ് ഒന്നും എടുത്തിട്ട് മീറ്റിങ്ങിൽ പോയിട്ട് എയുടെ ബിഗ് ബുക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറയേണ്ട ഉണ്ണി. നീ ആദ്യം ചെയ്യേണ്ട കാര്യം വ്യക്തിബന്ധങ്ങളിലെ കുഴപ്പം കണ്ടെത്തുക. മദ്യാസക്തി എന്നത് രോഗമാണ് എന്ന പോലെ എനിക്കൊരു പ്രശ്നമുണ്ട് എന്ന് ഞാൻ കണ്ടെത്തിയാൽ എനിക്കതിന് മോചനം തരാൻ പറ്റൂ. അതോടൊപ്പം തന്നെ എന്താണ്, എൻ്റെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്നിട്ടാണ് ഞാൻ മറ്റുള്ളവരുടെ വൈകാരിക അവസ്ഥയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്. ഇതുകൊണ്ട് കുഴപ്പം എനിക്ക് കഷ്ടപ്പാടും വിഷാദവുമാണ് എന്ന് എന്നോട് പറയാണ്. ഒരു ജീവിതമാർഗം നേടിയെടുക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ വ്യർത്ഥതാബോധമുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ എയിൽ ശ്രമിക്കുമ്പോൾ എനിക്ക് ജീവിതത്തിനോടൊരു വ്യർത്ഥതാബോധമാണ്. എന്തിനപ്പം ഇങ്ങനെ ജീവിക്കണേ, എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, ഞാൻ അങ്ങനെ താരതമ്യപ്പെടുത്തുകയാണ്. അവിടെ ആകെപ്പാടെ ഭയപ്പാടുള്ളവരായിരുന്നു എന്ന് പറയണ്ടേ. ഞാൻ ആകെ ഭയം കൊണ്ട് നിറഞ്ഞവനായി മാറും. അസന്തുഷ്ടിയാണ് എനിക്ക് പിന്നീട് ഉണ്ടാവുന്ന വികാരം. അത് മാത്രമല്ല, മറ്റുള്ളവർക്ക് യഥാർത്ഥത്തിൽ സഹായമരുളുന്നവനായിട്ട് കാണപ്പെടാൻ പറ്റില്ല. ഇവിടെ മറ്റുള്ളവരെ സഹായിക്കുകയാണ് ഈ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനം. ഏറ്റവും അടിസ്ഥാനം എന്താ, ഞാൻ മാറി നിൽക്കുന്നു, മറ്റുള്ളവരെ
ആ കാര്യങ്ങൾ പരിഗണിക്കലാണ് എൻ്റെ പ്രധാനമെന്ന് എന്നോട് പറയുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ പരിഗണിക്കുമ്പോൾ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ ആത്മീയത എന്ന് പറയുന്നത് എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രകടനമായി മാറുകയാണ്. ഞാൻ കൺക്ലൂഡിയാണ്. ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ എന്നെ ഇന്നത്തെ ആൽക്കഹോളിക്സ് അനോണിമസിലെ നാസ്തികനായി നിൽക്കുമ്പോൾ ആത്മീയത എന്നതിന് പുതിയൊരു നിർവചനം ആൽക്കഹോളിക്സ് അനോണിമസ് എനിക്ക് കാണിച്ചു തരാണ്, ലിറ്ററേച്ചറിലൂടെയും എൻ്റെ പഴമക്കാരിലൂടെയൊക്കെ. അവിടെ ഞാൻ സ്വയം എൻ്റെ ഉള്ളിൽ ഉള്ള ഒരു സംഗതിയെ, അതെന്താണ്, ഞാൻ പലപ്പോഴും ചെയ്യാത്ത ആ സ്വാർത്ഥതയെ ഉപേക്ഷിച്ചുകൊണ്ട് എളിമയോടുകൂടി സ്നേഹിക്കാൻ, എല്ലാവരെയും സ്നേഹിക്കാൻ, മറ്റുള്ളവരെ അവരായി സ്വീകരിക്കാൻ. കാരണം ഈ ലോകത്തെ ഞാനും എൻ്റെ ചുറ്റുമുള്ള ആളുകളെ സംബന്ധിച്ചിട്ടുള്ള വീക്ഷണ രീതി, അതാണ് എൻ്റെ ആത്മീയത എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെ കാണുന്നു, എങ്ങനെ പെരുമാറുന്നു, ഞാനായിരിക്കാൻ. ഞാനൊരു മദ്യാസക്തനാണ്, എനിക്കിത്തരം പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഉണ്ണിയായിരിക്കാൻ, ഞാൻ വേറൊരാളാവാതിരിക്കാൻ. വേറൊരാളുടെ വാക്കിൽ എന്നെക്കുറിച്ച് മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, എനിക്കൊരിക്കലും അടിസ്ഥാനപരമായ എൻ്റെ സ്വഭാവം മാറ്റാനൊന്നും പറ്റില്ല. പുരോഗതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പുറത്തേക്ക് ദേഷ്യം വമിപ്പിക്കാതിരിക്കാൻ പറ്റും, ഞാനായി ജീവിക്കാൻ. ഞാൻ ആരുടെയും മുന്നിൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് കരുതുന്നു, അയ്യോ അയാൾ നന്നായിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ പെരുമാറാറില്ല. മീറ്റിങ്ങിൽ ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാറില്ല. അതൊക്കെ എന്നെ മാറ്റിയത് ഈ പ്രോഗ്രാമാണ്. ഞാനായിട്ടാണ് എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാവാത്ത ഒന്നും തന്നെ ഇന്ന് ഒരു മീറ്റിങ്ങിൽ ഞാൻ പറയാതിരിക്കാൻ എന്നെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാം പഠിപ്പിക്കുകയാണ്. ഞാൻ ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയാണ്. മറ്റുള്ളവരെ അതേപോലെ ഞാൻ ഉൾക്കൊള്ളാൻ പഠിക്കുന്നുണ്ടെന്ന്. വലിയ ദൈവം കളിയൊന്നുമില്ലാതെ ദൈവം കളി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ ആ രീതിയിൽ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ പ്രോഗ്രാമാണ് എൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാകുന്ന സംഭവങ്ങളെ ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഞാനല്ല ഡയറക്ടർ എന്ന തീരുമാനത്തിലൊക്കെ ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പമായിരിക്കാനൊക്കെ സാധിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം എന്നെ കേട്ടതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും വിഭാവനം ചെയ്യുന്ന സുബോധ ജീവിതം ആശംസിച്ചുകൊണ്ട് ജ്വാലയുടെ എല്ലാ മോഡറേറ്റർക്കും മറ്റ് പ്രവർത്തകർക്കുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.